പോരാട്ടങ്ങളുടെ ക്ഷീണത്തിലാണ് ഇതൊക്കെ. എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്, എന്തായാലും അടൂറിനെയും ഞാൻ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ വേണ്ടി പറയും. അടൂർ സാറാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് ദിനു സാറും ആവണല്ലോ. എന്തിനാടാ കൊന്നിട്ട് എന്ന് ചോദിച്ച പോലെ എന്നോട് എന്തിനാടാ ജാതി പറയുന്നതാണ് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. വളരെ എളുപ്പമായിട്ട് ഞങ്ങളെ പണ്ടേ നിങ്ങൾ ഔട്ട്കാസ്റ്റ് എന്ന് വിളിച്ചു, പിന്നെ എവിടെയാണ് ഞങ്ങൾക്ക് ജാതി? പേരിന്റെ കൂടെ ഒരു നായിരുന്നോ മേനോനൊക്കെ വെച്ചെങ്കിലും ചിലപ്പോ സ്വജന പക്ഷപാതമാണ് ജാതി എന്ന് പറയും, നെപ്പോട്ടിസമാണ് ജാതി എന്ന് പറയുന്നത്. അതെ, പുരുഷാധിപതി. എന്റെ വീട്ടിന്റെ മുന്നിലൂടെ ചാന്തുപൊട്ട് എന്ന് വിളിച്ച് ഓടിയിട്ടുള്ള പയ്യന്മാരെ എനിക്ക് ഓർമ്മ. കണ്ട് നമുക്കുണ്ടാവുന്ന ഒരു ഇടങ്ങേറിനെ കുറിച്ച് ഇവര് മനസ്സിലാക്കുന്നില്ല. മോഹൻലാൽ എത്രയും തെറിയാണ് കേൾക്കുന്നതെങ്കിൽ നമ്മളൊക്കെ എന്തോരം തെറി ലൈഫിൽ കേട്ടിട്ടുണ്ടാവുന്നുള്ളത്. നമ്മുടെ സൊസൈറ്റി ഒരിക്കലും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നേ ഇല്ല. അപ്പുറത്തെ വീട്ടിലെ ആളുകൾ നമ്മുടെ ആളുകളാണ്. ഞാൻ അഴിച്ചിട്ട് എന്റെ കുപ്പായല്ലേ നീട്ടത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സുരക്ഷിതത്വം മാത്രമല്ലല്ലോ വീട് കൊടുക്കേണ്ടത്, ഒരു അന്തസ് കൂടെ മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ടത്. ഇപ്പം വിനായകൻ സോഷ്യൽ മീഡിയയിൽ എഴുതി വെക്കുന്ന തെറിയൊക്കെ അല്ലേ, ആ തെറിക്കൊക്കെ 10 മാർക്കേ കിട്ടുള്ളൂ. ഞങ്ങളെ വിളിച്ച തെറി ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിലും ഇങ്ങനെ ജഗജാന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ഈ മോഡിലൊക്കെയാണ് നിൽക്കുന്നത്. ഞാൻ ഒരു പാവമാണ്. ഹലോ എവ്രി വൺ, വെൽക്കം ടു മാഡിസൺ ഡിജിറ്റൽ. ദിസ് ഇസ് അനുഷ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. ഹീസ് എ ഹ്യൂമൻ റൈറ്റ് ഡിഫെൻഡർ, ദളിത് ആക്ടിവിസ്റ്റ്, സ്കോളർ, an orator, founder of Disha, defending the marginalized for over 10 years. നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ വെൽക്കം ചെയ്യാം ദിനു വേൽ. ഹായ് ദിനു. ഹലോ, ഹൗ ആർ യു? ഐ ആം ഗുഡ്. എങ്ങനെയുണ്ട് പോരാട്ടങ്ങൾ, പുതിയ പോരാട്ടങ്ങൾ? അതെ, പോരാട്ടങ്ങളുടെ ക്ഷീണത്തിലാണ് ഇതൊക്കെ. കുഴപ്പമില്ലാണ്ട് പോകുന്നു. അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പെറ്റീഷൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് കേസൊന്നും പോലെയല്ലോ, പോലീസ് ആദ്യം തന്നെ നിയമോപദേശത്തിന് പോകുന്നു. ഇപ്പം റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസം പോലീസിന് ഒരു കോൾ ഉണ്ടായിരുന്നു. അപ്പം അവർ മൊഴിയെടുക്കാൻ വേണ്ടി ചെല്ലാൻ വേണ്ടിയിട്ട് പറയണം. അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, എങ്ങനെയായിരിക്കും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അടൂറിനെ വിളിക്കാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാം. എന്നിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ വിചാരിച്ചാൽ അവരെങ്ങാനും അടൂറിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണെങ്കിൽ, എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്, എന്തായാലും അടൂറിനെയും ഞാൻ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ വേണ്ടി പറയും. അപ്പം പോലീസ് വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ അടുത്ത് പറഞ്ഞത്, എവിടെയാണോ സാറുള്ളത് അവിടെ വന്ന് ഞങ്ങൾ മൊഴിയെടുക്കാം. എറണാകുളത്ത് ഞാൻ സാർ അടൂർ സാറാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ദിനു സാറും ആവണല്ലോ. അപ്പോൾ സാർ എവിടെയാണോ എറണാകുളത്താണെങ്കിൽ അവിടെ വന്നിട്ട് മൊഴിയെടുക്കാം എന്നാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഒരു 100 പെറ്റീഷൻസ് പല സമയങ്ങളിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത്ര സ്നേഹത്തോടു കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഒരുപാട് നാൾ കഴിയുമ്പോൾ പോലീസിനും മനസ്സിലാക്കി അങ്ങനെ പെട്ടെന്ന് ബാക്ക് ഔട്ട് ചെയ്യുന്ന കക്ഷിയല്ല, കാരണം കൊണ്ടായിരിക്കും. ഇപ്പം ദിനു പൊതുവെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ ജാതി എന്ന് പറയുന്നത് പറമ്പിലെ ഒരു മരമല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളെ പറ്റിയിട്ട് ദിനു എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നല്ലൊരു സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റി, എല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡ് ആവുന്ന ഒരു സൊസൈറ്റി. ഇവിടെ ജാതി എന്ന് പറയുന്ന കാര്യം ഒരു തരത്തിലും ഒരു മെറിറ്റിൻ്റെ കീഴിൽ വരുന്നൊരു കാര്യമല്ല. അത് നമ്മുടെ ടാലൻറ്റുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ജാതി മാറ്റർ ചെയ്യുന്നത്? ദിനുവിന് എന്താണ്? മറ്റേ നമ്മൾ ഇപ്പം എടുത്തിറങ്ങിയ സിനിമയിൽ പറയുന്നു, എന്തിനാടാ കൊന്നിട്ട് എന്ന് ചോദിച്ച പോലെ എന്നോട് എന്തിനാടാ ജാതി പറയുന്നതാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചില ആളുകൾ പറയുന്ന കേട്ടാൽ എനിക്ക് തോന്നും ഈ പുരുഷ സൂക്തമൊക്കെ ഞാൻ എഴുതിയതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് കമൻസ് സ്ഥിരമായിട്ട് വരാറുള്ളത്. നമ്മളിപ്പം ഏതെങ്കിലും രീതിയിൽ ശ്വാസവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുള്ള മനുഷ്യർ എപ്പോഴും എയർ ക്വാളിറ്റി ഉറപ്പ് വരുത്തുമല്ലോ സ്വാഭാവികമായിട്ട്. എല്ലാവർക്കും ശ്വസിക്കാൻ നല്ല വായു വേണ്ടതുകൊണ്ട് തന്നെയാണ്. ആ വായു ഒരു പക്ഷേ നമുക്ക് കാണാനൊന്നും പറ്റില്ല, പക്ഷെ അതിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ ആലോചനകളും പറച്ചിലും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. എല്ലാവരുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ബേസിക്കലി ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനന രീതി എന്നുള്ള രീതിയിലാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. അതിന് മനുഷ്യരെല്ലാവരും ഒരുപോലെ ജനിക്കുന്നു, അതുകൊണ്ട് അവരൊക്കെ ഒരു ജാതിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ അടക്കം പറഞ്ഞ ജാതിയെക്കുറിച്ചുള്ള സങ്കല്പമല്ല മറ്റാളുകൾ, പ്രത്യേകിച്ച് പുരുഷ സൂക്തം അടക്കമുള്ള ആളുകൾ. അവർ തലയുന്ന ഒരാൾ വന്നു, കാലുന്ന ഒരാൾ വന്നു, പല ഭാഗത്തുനിന്ന് ആളുകൾ വന്നു, ഇതിലൊന്നും പെടാത്ത കുറേ മനുഷ്യന്മാരുണ്ട്, അവരൊക്കെ ഔട്ട്കാസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ജാതി ഇല്ല, എനിക്ക് സമുദായമേ ഉള്ളൂ. എന്നിട്ടാണ് നമ്മുടെ അടുത്ത് നിങ്ങൾ ജാതി, ഇവർക്കാണ് ജാതി ഉള്ളത്, ഈ പറയുന്ന ആളുകൾക്ക് ജാതി ഉണ്ട്, ഞങ്ങൾക്ക് ജാതി ഇല്ല, ഞങ്ങൾക്ക് സമുദായമേ ഉള്ളൂ. അപ്പം വളരെ എളുപ്പമായിട്ട് ഞങ്ങളെ പണ്ടേ നിങ്ങൾ ഔട്ട്കാസ്റ്റ് എന്ന് വിളിച്ചു, പിന്നെ എവിടെയാണ് ഞങ്ങൾക്ക് ജാതി എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഇവരുടെ അടുത്ത് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ജാതി എങ്ങനെയാണ് ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവർ തന്നെ ഒരു നാലഞ്ച് കാറ്റഗറീസ് ഉണ്ടാക്കി. എന്നിട്ട് കാറ്റഗറി 1 സൂപ്പറാണെന്ന് പറയുന്നു, കാറ്റഗറി 2 ഇങ്ങനെയാണ്, 3 ഇങ്ങനെ, 4 ഇങ്ങനെ, 5 പറ്റിയവർ പരമ മോശക്കാരാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒന്നിനുള്ളിൽ ആരൊക്കെയാണ് പെടുന്നതെന്ന് ഇവർ തന്നെ തീരുമാനിക്കുന്നത്. അപ്പം മറ്റേ സിനിമയ്ക്കകത്ത് ഞാൻ തന്നെ വിമൽ കുമാർ എന്ന പേരിട്ട പോലെ തന്നെ ഇവർ നമ്പൂതിരി ബ്രാഹ്മണൻ എന്നാണ് എവിടെയും പറഞ്ഞിട്ടില്ല. ഡോക്ടർ മോഹൻഗോപാൽ സാറിൻ്റെ ഒരു റെഫറൻസ് തന്നെയാണത്. അപ്പം ഇവർ തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ ഇതാണ്, ഞങ്ങൾ ഇന്ന കാറ്റഗറി പെടുന്നു,
അവകാശപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവനിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെറുതെ അങ്ങനെ നിർത്തല്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രകാരം മറ്റു മനുഷ്യർക്കുള്ള അവകാശങ്ങളൊക്കെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഇവരിങ്ങനെ ഒരു തട്ട് എല്ലാ സമയത്തും നിലനിർത്തുന്നു. അപ്പോൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ജാതി ഉണ്ടോയെന്ന് നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന സ്ട്രക്ചർ ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ഈ സ്ട്രക്ചറിൽപ്പെട്ട ആളുകൾക്ക് അധികാരമുണ്ടോ, ഇവർ അധികാരത്തിൻ്റെ വലിയ പങ്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. അപ്പം ഈ ജാതി എവിടെ കേരളത്തിൽ നിന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് എളുപ്പം നോക്കാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 68 വർഷം കേരളം ഉണ്ടായിട്ട് ഒരൊറ്റ പ്രാവശ്യം പോലും SC/ST വിഭാഗത്തുനിന്ന് ഒരു ചീഫ് സെക്രട്ടറി നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ മുസ്ലിമായിട്ട് മലയാളി മുസ്ലിമായിട്ട് ഒരു ചീഫ് സെക്രട്ടറി ഉണ്ടായിട്ടില്ല. 68 വർഷമായി നമ്മൾ പിന്നിടുന്നു. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 90%, 48 ചീഫ് സെക്രട്ടറിമാരിൽ 43 പേരും വരുന്നത് 3 ജാതി വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം എങ്ങനെയാണ് ഈ 3 വിഭാഗത്തിൽ നിന്ന് മാത്രം 43 പേര് വന്നത്? ഇത് അവരുടെ എന്തോ വലിയ കഴിവുകൊണ്ട് മാത്രമാണോ ഇവർ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ, അല്ലെങ്കിൽ മന്ത്രിസഭയിലെ ആളുകളുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 3 ജാതിയിൽപ്പെട്ട ആളുകൾക്കാണ് ഡോമിനൻസ് ഉള്ളത്. ഇങ്ങനെ എല്ലാ മേഖല നമ്മൾ എടുത്തു കഴിഞ്ഞാലും കേരളത്തെ കൺട്രോൾ ചെയ്യുന്നത് ഈ 3 ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർ കാറ്റഗറി 1 പറയുന്നു, കാറ്റഗറി 4 ഒരു വിഭാഗം കൂടെ ഉണ്ടെന്ന് പറയുന്നു. ഇവരാണ് ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഒരു 4 വിഭാഗക്കാരാണ് മൊത്തം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ജഡ്ജിമാരുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമുക്ക് ഈ ഒളിഗാർക്കി മനസ്സിലാവും. അപ്പം കുറച്ച് ആൾക്കാർ ചേർന്നുകൊണ്ട് എല്ലാ അധികാരവും പൊസിഷൻസും കൈയടക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ അതാണ് ജാതി എന്ന് പറയുന്നത്. സ്വജനപക്ഷപാതമാണ് ജാതി എന്ന് പറയുന്നത്, നെപ്പോട്ടിസമാണ് ജാതി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായി കേരളത്തിൽ ഇന്നും ജാതിയുണ്ട് എന്നതിൻ്റെ തെളിവ് ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങൾക്കകത്തും പവർ ഏരിയാസിൻ്റെ അകത്ത് 2-3 കമ്മ്യൂണിറ്റീസ് മാത്രം അധികാരം കൈയാളുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് ആദ്യം പറഞ്ഞത് കേരളത്തിലെ ദളിതരും ആദിവാസികളും ഒന്നുമല്ല. തുളു ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് എല്ലാ സർക്കാർ അധികാര പൊസിഷൻസിലും ഇരിക്കുന്നു. ആ സമയത്ത് ഇവിടുത്തെ അധികാരമുള്ള ഭൂമിയൊക്കെയുള്ള നായർ പ്രമാണിമാർക്ക് ഒരുപക്ഷെ പറയായിരുന്നു, സാമ്പത്തികമായി പാവപ്പെട്ട തുളു ബ്രാഹ്മണരല്ലേ, അവരെടുത്ത് പോയിക്കോട്ടെ, ഞങ്ങൾക്ക് കുറേ ഭൂമിയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ വേണം, അധികാരം വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ റിസർവേഷന് വേണ്ടി കൃത്യമായി വാദിച്ചു. ആ റിസർവേഷന് വേണ്ടി വാദിച്ച് അവരെന്ത് ചെയ്തു, തുളു ബ്രാഹ്മണർ എല്ലാ സീറ്റും ഇരുന്ന പോലെ തന്നെ ഇവരും എല്ലാ സീറ്റിലേക്കും അവരുടെ ഒളിഗാർക്കി വ്യാപിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളും ഇതേ പറയുന്നുള്ളൂ, ഒരു വിഭാഗത്തിനും അമിത പ്രാതിനിധ്യത്തിൻ്റെ ആവശ്യമില്ല. എല്ലാ വിഭാഗത്തിനും കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം മാത്രം മതി. ഇത് മാത്രമാണ് വളരെ കൃത്യമായി നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ജാതി ഉണ്ടോ എന്നതിൻ്റെ തെളിവ് ഈ ഒളിഗാർക്കിയാണ്. ഈ ഒളിഗാർക്കി കുറച്ച് പേരുടെ ഭരണം എന്ന് പറയുന്നത്. ഇതില്ലാതായി കഴിഞ്ഞാൽ ജാതി ഇല്ലാതാവും. ഇതില്ലാതാവുന്ന ഒരു കാലത്ത് റിസർവേഷൻ അടക്കമുള്ള കാര്യത്തിൻ്റെ ഒരാവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ജാതി എന്ന് പറയുന്ന കാര്യം വളരെ എവിഡൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു കേരള സമൂഹത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ്. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഏതെങ്കിലും ഒരു പരാതിയായിട്ട് ചെല്ലുന്ന ആൾ ദളിതനാണെങ്കിൽ ഉടനെ മറ്റുള്ളവർ പറയുന്നൊരു കാര്യമാണ് ജാതി കാർഡ് ഇറക്കി എന്ന് പറയും. ഈ ജാതി കാർഡ് എന്ന് പറയുന്ന കാര്യം ആളുകൾ വളരെ എന്താ പറയുക ലാഘവത്തെ ഭയങ്കര ഈസി ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ജാതി കാർഡ്. അത് ജാതി കാർഡ്, അതിൻ്റെ പിന്നിലൊരു അപകടം എന്താണ്? ഈ ജാതി കാർഡ് എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിൻ്റെ പിന്നിലെ ഒരു അപകടം. ഞാനൊരു ഒരു കാര്യം പറയാം. കാർഡ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരിക്കൽ ഒരു ഡേറ്റിംഗ് ആപ്പിൻ്റെ അകത്ത് ഞാനിങ്ങനെ ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു ക്യൂർ ഡേറ്റിംഗ് ആപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു രാജകുടുംബത്തിലെ ഒരു വ്യക്തി പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ വ്യക്തി എനിക്ക് ആദ്യം അയക്കുന്നത് ഒരു ID കാർഡാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഡേറ്റിംഗ് ആപ്പിൻ്റെ അകത്ത് ആരൊക്കെ ആധാർ കാർഡൊന്നും ചോദിക്കുന്നില്ല, പിന്നെ എന്താണ് ഇവർ അയക്കുന്നത്? അപ്പോൾ തുറന്നു നോക്കുമ്പോൾ ഇവൻ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് ഇവൻ ഒരു രാജകുടുംബത്തിലെ അംഗമാണെന്നുള്ളതിൻ്റെ മുദ്രയൊക്കെ പതിപ്പിച്ചൊരു ID കാർഡാണ്. അപ്പോൾ നോക്കൂ, വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു ഡേറ്റിംഗ് സ്പേസിൻ്റെ അകത്ത് പോലും ജാതിയുടെ ലിറ്ററലി കാർഡ് ഇറക്കിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടു, ഏത് നൂറ്റാണ്ടിലാണ് ഇരിക്കുന്നത്? ഒരു ദിവസം കൊണ്ട് നൂറ്റാണ്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം വളരെ കൃത്യമായി ഈ ജാതി കാർഡ്, സ്വജനപക്ഷപാതം, ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും കാണിക്കുന്നത് ഈ ഒളിഗാർക്കിക്കായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് തന്നെയാണ്. അവരത് മാറ്റണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സിനിമയെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് ഈ സിനിമയിൽ ജാതിവാൽ ഉണ്ടെങ്കിൽ അവിടെ ചാൻസ് ഉണ്ടെന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്? ഇത് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ സിനിമയ്ക്കകത്ത് നവ്യ നായരാണെങ്കിലും മഞ്ജു വാര്യരാണെങ്കിലും ഒക്കെ കടന്നു വരുന്ന സമയത്ത് അവരുടെ മുൻപേരിനൊപ്പം ജാതിവാൽ കൃത്യമായി ചേർത്തിട്ടാണ് അവർ കടന്നു വരുന്നത്. ഇതിനോടൊപ്പം തന്നെയാണ് ഈ അടുത്ത് സംയുക്തയായിരുന്നു ഒരു ആക്ട്രസ് പറഞ്ഞിട്ട്, മഹിമ നമ്പ്യാർ. മഹിമ പറഞ്ഞു ഇത് കരിയറിന് വേണ്ടിയിട്ടാണെന്ന് വളരെ കൃത്യമായി മഹിമ പറഞ്ഞു. നമ്മളൊന്നും അല്ലല്ലോ പറയുന്നത്, മഹിമ തന്നെ പറയുന്നു ഇത് കരിയറിന് വേണ്ടിയിട്ടാണെന്ന് കൃത്യമായി പറയുന്നു.
അപ്പം ഈ കാസ്റ്റിൻ്റെ വാല് എന്ന് പറയുന്നത് സിനിമയ്ക്കകത്ത് മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2007 സുഗതോ തൊറ UGCയുടെ മുൻ ചെയർമാനാണ്. അദ്ദേഹം പോൾ ആറ്റ്വെല്ലും നടത്തിയൊരു പഠനമുണ്ട്. ഇവർ ചെയ്തത് ഇത്രയേ ഉള്ളൂ, ഇന്ത്യക്കകത്ത് ന്യൂസ് പേപ്പേഴ്സൊക്കെ കളക്ട് ചെയ്തു. എന്നിട്ട് ആ ന്യൂസ് പേപ്പറിനകത്ത് ജോബിന് വിളിച്ചിട്ടുണ്ടാവുമല്ലോ പ്രൈവറ്റ് ഫേമുകൾക്കകത്ത്, അങ്ങോട്ടേക്ക് അവർ ബയോഡാറ്റാസ് ഉണ്ടാക്കി. 3 ബയോഡാറ്റാസാണ് ഉണ്ടാക്കിയത്. 3 എണ്ണത്തിൻ്റെയും കണ്ടന്റ് ഒരേത് കൊടുത്തു. അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, മറ്റ് എല്ലാ ക്വാളിഫിക്കേഷനും ഒരേപോലെ കൊടുത്തു. പക്ഷെ ഒന്നിലൊരു ഹിന്ദു അപ്പർ കാസ്റ്റ് സർനെയിം കൊടുത്തു, മറ്റേതിൽ നോർത്തിലൊക്കെ ഉള്ള പോലെ ഒരു ദളിത് സർനെയിം, ദളിതാണെന്ന് തോന്നുന്ന ഒരു സർനെയിം, മറ്റൊന്നിലൊരു മുസ്ലിം പേരും കൂടെ കൊടുത്തു. എന്നിട്ട് ഇത് 3 എണ്ണം എല്ലാ കമ്പനിക്കും അയച്ചു കൊടുത്തു. പക്ഷേ ഈ അയച്ച ആപ്ലിക്കേഷൻസിന് തിരിച്ച് കോള് വന്നത് മൊത്തം അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒരേ ക്വാളിഫിക്കേഷനാണ്, പേര് മാത്രമേ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേര് എങ്ങനെയാണ് വളരെ കൃത്യമായി ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് തന്നെ വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ പലരും പറയും ഇത് ഞങ്ങൾക്ക് വളരെ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും ഇട്ട പേരല്ലേ. അപ്പം ഞാൻ ആലോചിക്കാം, അപ്പോൾ അച്ഛനും അമ്മയും ഇട്ട പേര് നമ്മുടെ പേരിനൊപ്പം വളരെ വൃത്തികെട്ടൊരു പേരാണ് അച്ഛനും അമ്മയും ഇട്ടെന്ന് വിചാരിക്കുക. അപ്പം ആ പേര് നമ്മൾ ക്യാരി ചെയ്യുമോ? നമ്മൾ വളരെ കൃത്യമായി അത് മാറ്റും എന്നുള്ളതാണ്. സമുദായങ്ങൾ എന്ന നിലയിൽ ഇപ്പം എൻ്റെ കമ്മ്യൂണിറ്റി പേര് ഞാൻ ഒരിക്കലും എൻ്റെ പേരിൻ്റെ ഒപ്പം ചേർത്തിട്ടില്ല. അതെന്താണ്, മിനിമം ഒരു ജനാധിപത്യ സ്പേസിൻ്റെ അകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മിനിമം മര്യാദയാണെന്നുള്ളൊരു ബോധം കൊണ്ടാണ്. ഇപ്പോൾ ഒരു അധ്യാപിക ഒരു കാസ്റ്റ് നെയിം വെച്ചിട്ടുള്ള ഒരു സാധനം മുന്നിൽ വെക്കുകയാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് ആ കമ്മ്യൂണിറ്റീസിന് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ നെപ്പോട്ടിസം വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റ് ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി എന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കകത്ത് അത് ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസും ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിൻ്റെ ലോജിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം പേരിൻ്റെ ഒപ്പം ദിനു ഹെട്രോസെക്ഷൽ എന്നാണ് വെക്കുന്നതെന്ന് വിചാരിക്കാം. എങ്ങനെയാണ് മറ്റു മനുഷ്യർ അതിനെ കാണാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ദിനു പേട്രിയാർക്ക് എന്ന് വെച്ചിട്ട് ഞാൻ നടക്കുകയാണ്, സ്ത്രീകൾ എങ്ങനെയാണ് എൻ്റെ പേരിനെ കൺസീവ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ആലോചിച്ചാൽ, അതെ പുരുഷാധിപതി അങ്ങനെ വെച്ച് നടക്കുകയാണ്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. പേരിനൊപ്പം ഉള്ളത് ഒരു അശ്ലീലമാണെന്ന് തിരിച്ചറിയുകയും അത് ഇന്നത്തെ സോഷ്യൽ കണ്ടീഷൻ്റെ അകത്ത് വീണ്ടും നമുക്ക് പ്രിവിലേജ് തരുമെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അത് മാറ്റണം. ഇപ്പോൾ ശ്രീനിവാസൻ്റെ ഞാൻ ഇൻസ്റ്റയിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനിവാസൻ, മോഹൻലാലും പ്രിയദർശനും അടക്കമുള്ള കൂട്ടം അവരൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുകയും അവർ വിളിച്ചിട്ട് നായർ സിനിമയ്ക്ക് ചിയേഴ്സ് അടിച്ചിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ സംവിധായകരായി പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വന്ന എല്ലാവരും നായർമാരായിരുന്നു. അപ്പോൾ അവർക്ക് ശ്രീനിവാസന്റെ കാര്യത്തിൽ മാത്രം സംശയം, ശ്രീനിവാസൻ നായരാണോ എന്നുള്ളൊരു സംശയം. ശ്രീനിവാസൻ പറഞ്ഞ അമ്മ OBC കാറ്റഗറിയിൽ ഒരു ഇതാണെങ്കിലും അമ്മ അമ്പലവാസ സമുദായമാണ്, അച്ഛൻ ഈ പറയുന്ന OBC കാറ്റഗറിയാണ്. എന്നാ നീ നായർ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മോഹൻലാൽ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്, നീ എന്താ ഇത് നേരത്തെ പറയാതിരുന്നത് എൻ്റെ അടുത്തെന്ന് മോഹൻലാൽ ചോദിക്കുന്ന ഒരു കാര്യം അദ്ദേഹം അതെ മുന്നേ പറയണേന്ന് പറയുന്നുണ്ട്. അപ്പം വളരെ കൃത്യമായി സിനിമ പോലുള്ളൊരു സ്പേസിനകത്ത് കാസ്റ്റ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇതിന്ന് എവിഡൻ്റ് ആവുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സിനിമയിലൊക്കെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ എപ്പോഴും പറയാറുണ്ടോ പേരിന്റെ കൂടെ ഒരു വല്ല നായരുന്നോ മേനോന്നൊക്കെ വെച്ചെങ്കിൽ ചിലപ്പോ ചാൻസ് കിട്ടിയത്. അതെ അതെ, ഞാൻ പലപ്പോഴും ഇത്തരം പേരുകൾ വെക്കുന്നതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആളുകൾ പറയാറുള്ള ചില മറുപടികളാണ് പലപ്പോഴും എനിക്ക് എംബാരസിങ് ആവാറില്ല. ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ പാരൻസ് ഇട്ട പേരാണ്, അതുകൊണ്ട് ഭയങ്കര ഞങ്ങൾക്കിത് മാറ്റുന്നത് ഭയങ്കര. ഇപ്പം ഞാൻ ആലോചിക്കും, ദിനു ശുപ്പാണ്ടി എന്നാണ് എൻ്റെ അച്ഛനും അമ്മ ഇട്ടത്, ഇതും കൊണ്ട് ഞാൻ എത്ര നടക്കും? അല്ല ശിക്കാരി ശംഭു ദിനു എന്നൊക്കെയാണ് ഇട്ടതെങ്കിൽ ഞാനിത് മാറ്റില്ലേ. നമുക്കൊരു സാധനം ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ മാറ്റും സ്വാഭാവികമായിട്ട്. അപ്പം അതെന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല? ഇനി ഒഫീഷ്യൽ റെക്കോർഡ്സിലൊക്കെ ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കാം. അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇവർ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എന്തിനാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ ഇത് മാറ്റാലോ. സോഷ്യൽ മീഡിയ വെരിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റ് തുടങ്ങിയ കാലത്തെ അത് മാറ്റുന്നില്ല. അതെ 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 അതെ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്തും ഭയങ്കര കൃത്യമായിട്ട് ഇവർ ഈ കാസ്റ്റ് നെയിംസ് അവിടെ എന്ത് ഒഫീഷ്യൽ വെരിഫിക്കേഷൻ നടത്താനാണ് നിങ്ങൾക്ക്? കാസ്റ്റ് നെയിംസ് ഭയങ്കര കൃത്യമായിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ പറയാൻ ഞങ്ങൾക്ക് കുറച്ച് നീളമുള്ള എന്തെങ്കിലുമൊക്കെ വേണമെന്നാണ് പറയുന്ന ഒരു കാര്യം. നീളമുള്ള മറ്റ് പലതും ഇടാനുള്ള സാധ്യത ഉണ്ടായിട്ടും ഈ നീളത്തിലൊക്കെയാണ് ആളുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് വളരെ കൃത്യമായി ഇന്നും ഇവരുടെ പ്രിവിലേജ് ഒഴിവാക്കാൻ വേണ്ടി തയ്യാറാവാത്ത മനുഷ്യന്മാരാണ് കാസ്റ്റ് നെയിംസ് ഇന്നും കീപ്പ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, എൻ്റെ പേരിൽ ആദ്യം ദിനു കേതായിരുന്നു. അപ്പം എനിക്ക് ആദ്യം പ്രണയം ഉണ്ടായിരുന്ന ഒരാളെ ഞാൻ മഴ എന്നാണ് വിളിച്ചത്. അതെ, അതൊരു +1 +2 കാലഘട്ടത്തിലായിരുന്നു. അപ്പം അന്നത്തെ ക്രിഞ്ച് ബോധത്തിൽ നിന്നുകൊണ്ട് ഞാൻ അതെ
സംഭവിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ വല്ല മഴ ആയതുകൊണ്ട് ഞാൻ വെയിലാണ് എന്നൊക്കെ വിചാരിച്ച് അത് മാറ്റിയതാണ്. പിന്നെ ആളുകൾ വിചാരിക്കുന്നത് ഇതെന്തോ ഭയങ്കര പൊളിറ്റിക്കൽ തോട്ടിന്റെ പുറത്ത് വെയിലത്ത് നിന്ന മനുഷ്യർ ആ ആംഗിളിലൊക്കെ ഇട്ടതാണെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവർ പറയുന്ന ന്യായീകരണത്തെ കുറിച്ച് പറഞ്ഞു, ജാതിവാല് വെക്കുന്നവർ കഴിഞ്ഞ ദിവസം അത് ഏതോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് പറഞ്ഞത്. അതായത് ഞാൻ ജാതിവാല് മാറ്റിയിട്ടും ഞാനൊരു ജാതി പറയുന്ന ആളാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലല്ലോ, അത് കാരണം കൊണ്ട് ഞാൻ ജാതിവാല് വെച്ച് നല്ല രീതിക്ക് നടന്നു പോകുന്നു എന്നുള്ളൊരു സാധനം പറയും. ഇപ്പം ജാതിവാല് മുറിക്കുക എന്നുള്ളത് മാത്രമല്ല കാസ്റ്റിനെ അനിഹിലേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ്. ഇപ്പം അടൂർ ഗോപാലകൃഷ്ണൻ നമ്മൾ കണ്ടു, ജാതിവാല് മുറിച്ചു എന്നിട്ട് വളരെ നന്നായി ജാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ വാല് എന്ന് പറയുന്നത് ജാതി വേറെ രീതിയിൽ അത് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം വാല് മാറ്റുക എന്നത് മാത്രമല്ല അതിനൊപ്പം സ്വയം നവീകരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന കാസ്റ്റ് പ്രിവിലേജസ് ഉപയോഗിക്കാനുള്ള ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ജാതിവാലുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടൻ വിനായകൻ ഒരു ഭയങ്കര വലിയൊരു ചർച്ചാ വിഷയമായിരിക്കാണ്. പുള്ളിക്കാരൻ വളരെ നല്ലൊരു ആർട്ടിസ്റ്റാണ്, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ നിരന്തരം പുള്ളി ഈ പറയുന്ന വിവാദങ്ങളിൽ ചെന്നപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബിഹേവിയർ ആൾ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം അസഭ്യം പറയുന്നു, തെറി പറയുന്നു, ഇപ്പോൾ ആരെയാണെങ്കിലും ആൾ തെറി പറയുന്നു എന്നുള്ളൊരു കാര്യം, അങ്ങനെ ഒരു ബിഹേവിയർ യൂസ് ചെയ്യുന്ന സമയത്ത് ആൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, ആൾ തന്നെ അത് എടുത്തു പറയുന്നുണ്ട്, ഞാനൊരു പട്ടിക ജാതിക്കാരനാണെന്നുള്ളത്. അത് ആ കമ്മ്യൂണിറ്റിയെ ഹാം ചെയ്യുന്നുണ്ടെന്ന് ഇതിന് തോന്നുന്നുണ്ടോ? കമ്മ്യൂണിറ്റി എനിക്ക് തോന്നുന്നു ഈ വിനായകൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് മിക്ക കമൻറ്റുകൾക്കകത്തും വന്നിട്ട് എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ട് നിന്നൊക്കെ ഇറങ്ങി പോയടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചോദ്യം ചെയ്യലായിരുന്നു. വിനായകനെതിരെ ഏറ്റവും ആദ്യം കേരളത്തിൽ കേസ് കൊടുക്കുകയും ആ കേസിനകത്ത് രണ്ടാം സാക്ഷിയായിട്ട് ഇപ്പോഴും കോടതിക്കകത്ത് നടക്കുന്ന ഒരു മനുഷ്യരാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് കൃത്യമായിട്ട് അറിയാം, അതായത് ഇപ്പോൾ ഒരാൾ വന്നുകൊണ്ട് പറയാണ് ഞാൻ ഈ തെറി പറയുന്നതിനകത്ത് അല്ലെങ്കിൽ അസഭ്യം പറയുന്നതിനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ബേസിക്കായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള പൊളിറ്റിക്സ് ആണെങ്കിലും കൂടുതൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, കൂടുതൽ മനുഷ്യരോട് എമ്പത്തറ്റിക് ആയിട്ട് സ്നേഹപൂർവ്വം ഇടപെടാൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. വിനായകൻ ഇപ്പം പറയുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവിൻ്റെ പുറത്തൊന്നുമല്ല വിനായകൻ പലപ്പോഴായിട്ട് ഇടപെട്ട് എന്നുള്ള കാര്യം വളരെ എവിഡൻ്റ് ആയിട്ടും പേഴ്സണലായിട്ടും അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞങ്ങളുടെ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഒരു ആവശ്യവുമില്ലാതെ ദളിത് കോളനിയിലെ കുറച്ച് കുട്ടികൾ അവരുടെ ഇൻട്രസ്റ്റ് പ്രകാരം നടൻ വിനായകനെ വിളിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ച് ഏറ്റവും മാന്യതയോടുകൂടി അദ്ദേഹത്തെ വിളിച്ച് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ഇപ്പം വിനായകൻ സോഷ്യൽ മീഡിയയിൽ എഴുതി വെക്കുന്ന തെറിയൊക്കെ അല്ലേ, ആ തെറിക്കൊക്കെ 10 മാർക്കേ കിട്ടുള്ളൂ. ഞങ്ങളെ വിളിച്ച തെറി ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ തെറി മാത്രമല്ല കൂടെ കിടക്കാൻ പറ്റും, ആ രീതിയിൽ ഇങ്ങനെ അശ്ലീല ചൊവ്വയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടക്കേ എന്ന് പറഞ്ഞ സാധനങ്ങളായിരുന്നു. ഇപ്പോഴും എന്നും തെറി കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ വിനായകൻ്റെ അത്ര എത്തിയിട്ടില്ല. അതാണ് എപ്പോഴും ഇങ്ങനെ ഓർമ്മയിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. പുള്ളി അത് ചെയ്തു എന്ന് മാത്രമല്ല, പുള്ളി പിറ്റേ ദിവസം തുടർന്നുള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നമ്മളൊരു സോറി പറയുമെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു. പുള്ളി മീഡിയാസിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പുള്ളീനെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടിരുന്നു, പുള്ളീനെ അങ്ങോട്ട് വിളിച്ച് ഭയങ്കര മോശമായിട്ട് നമ്മൾ സംസാരിച്ചു. ഇതാണ് അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പേരിൽ വളരെ വലിയ സോഷ്യൽ ബോയ്ക്കോട്ടിങ് ദളിത് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിന്നും പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും ഒക്കെ ആ സമയത്ത് ഞാനും ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ആക്ടിവിസ്റ്റും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി ഒരു തെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, പുള്ളി ആരോടാണോ തെറ്റ് ചെയ്തത് ആ വ്യക്തികളെ പ്രതിക്കൂട്ടിലാക്കാനുള്ള എല്ലാ പരിപാടിയും ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പം അദ്ദേഹത്തിന് തിരുത്താനുള്ള ചാൻസാണ് യഥാർത്ഥത്തിൽ വിനായകൻ ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇല്ലാണ്ടാക്കുന്നത്. രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ള വിനായകൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കമ്മ്യൂണിറ്റി റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയുന്നത് ഭയങ്കര ബാലിശമായിട്ടുള്ളൊരു വാദമാണ്. ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിക്കകത്ത് ഒളിഗാർക്കിക്കായിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് പല ആളുകൾ പല രീതിയിൽ തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും കമ്മ്യൂണിറ്റി ഉത്തരം പറയേണ്ട ഒരു ആവശ്യമില്ല. വിനായകനാകുമ്പോൾ നിങ്ങൾ അങ്ങ് ഉത്തരം പറയണം എന്നുള്ള ഒരു ആവശ്യമുണ്ട്. അത് ഭയങ്കരമായിട്ട് അങ്ങനത്തെ എന്താ പറയുക മറുപടികൾ കിട്ടുന്നുണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും നമ്മളെപ്പോഴും പറയും, അതായത് ഡൽഹിയിലൊരു സ്ത്രീ റോട്ടിൽ ഇറങ്ങി നിന്ന് ഒരാളെ അടിച്ചപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ഫെമിനിസ്റ്റുകളും മറുപടി പറയേണ്ട അവസ്ഥയെന്ന് പറയുന്ന പോലെ വിനായകൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അയ്യോ ഇനിയിപ്പോൾ ഇതിന്റെ മറുപടിയും കൂടെ ഞങ്ങൾ പറയേണ്ടി വരുമല്ലോ എന്നുള്ളത്. പിന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഹിസ്റ്ററി മാത്രം നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ മഹാത്മാ അയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനും അടക്കമുള്ള അംബേദ്കർ അടക്കമുള്ള ദാക്ഷായണി വേലായുധൻ അടക്കമുള്ള ആരെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരെങ്ങനെയാണ് ഓരോ സമയത്തും അവരുടെ കമ്മ്യൂണിക്കേഷനിലൂടെ എൻഗേജ് ചെയ്തതെന്ന് വളരെ എവിഡൻ്റായി നമ്മുടെ മുന്നിലുണ്ട്. അതാണ് എല്ലാ സമയത്തും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.
അവിടെ ഇവർ പറയുന്ന പോലെ എന്തെങ്കിലും തരത്തിൽ മൊറാലിറ്റി ഫോളോ ചെയ്തുകൊണ്ട് ചില അസഭ്യ വാക്കുകൾ നിങ്ങൾക്ക് പ്രശ്നമാവുന്നു അങ്ങനെയല്ല പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ഫോളോ ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ള മനുഷ്യരാണല്ലോ നമ്മൾ. അംബേദ്കർ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വാക്കുകൾ മറ്റൊരു മനുഷ്യനെ ഹേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി നമ്മൾ അതിനെ അക്കൗണ്ടബിലിറ്റി എടുക്കുകയും ആ സമയത്ത് നമ്മൾ മാപ്പ് പറയുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇല്ലാതാവുന്നത് ചിലപ്പം ഈ പറഞ്ഞ നടൻ എന്ന് പറയുന്ന പ്രിവിലേജ് കൃത്യമായിട്ട് വിനായകനും പല സമയങ്ങളിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നടൻ മോഹൻലാൽ പുള്ളി ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചു. അപ്പോൾ അതിൽ പുള്ളി ഇങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു വളരെ വൈറലായിരുന്നു ഒരു കാര്യം. അപ്പോൾ ആ സമയത്ത് ദിനു ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞു, മോഹൻലാൽ ഇത്തരത്തിൽ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുമ്പോൾ അതിന് ഭയങ്കരമായ സ്വീകാര്യത കിട്ടുന്നു. പക്ഷെ മറിച്ച് മറ്റാരെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒത്തിരി മേക്കപ്പ് ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോതിരോ മാലയൊക്കെ ഇടുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായ ഒരു ബാക്ക്ലാഷ് കിട്ടുക ചെയ്യുന്നത്, നീ ആണല്ല അല്ലെങ്കിൽ പുരുഷനല്ല എന്നുള്ള രീതിയിൽ. അപ്പം മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ പൗരുഷത്തിൻ്റെ ഒരു അടയാളമാണല്ലോ നമ്മൾ മലയാള സിനിമയിൽ തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് മോഹൻലാൽ ചെയ്യുമ്പോൾ അത് ഭയങ്കര സ്വീകാര്യത കിട്ടുന്നതും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു സ്വീകാര്യത കിട്ടാത്തതും? ഞാൻ ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടാൻ തന്നെ കാരണം, അപ്പം ചെറുപ്പത്തിൽ വളരെ ഫെമിനൻ ആയിട്ടുള്ള ജെൻഡർ എക്സ്പ്രഷൻസ് ഉള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ ആ സമയത്ത്. ഇപ്പോൾ ഒരു സിസ് ജെൻഡർ മെൻ ആയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ പോലും ചെറുപ്പത്തിൽ വളരെ ഫെമിനൈൻ ആയിട്ടുള്ള ജെൻഡർ എക്സ്പ്രഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, കളിക്കാൻ പോകുന്ന സ്ഥലങ്ങൾക്കകത്ത് കളിക്കാൻ കൂട്ടാതെ ഇവർ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും, ആ സമയത്തൊക്കെ എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളില്ലാത്തൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ ബാറ്റും ബോളൊക്കെ കൊണ്ട് പോവാം, അപ്പം പിന്നെ എന്നെ കളിക്കാൻ കൂട്ടല്ലോ. ഇതായിരുന്നു എൻ്റെ ടാക്ടിക്സ് ആ കാലത്ത് എല്ലാ സമയത്തും. പക്ഷെ എന്നെ ഒരു ടീമിലും ആ സമയത്ത് എടുക്കില്ലായിരുന്നു ഗ്രൗണ്ടിൻ്റെ അകത്ത്. പിന്നെ ഈ പറഞ്ഞ ചാന്തുപൊട്ട് സിനിമ ഇറങ്ങിയ സമയത്ത് എനിക്ക് ലിറ്ററലി ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ ചാന്തുപൊട്ട് എന്ന് വിളിച്ച് ഓടിയിട്ടുള്ള പയ്യന്മാരെ എനിക്ക് ഓർമ്മയുണ്ട്. അതിലൊരുത്തൻ കയറിയിട്ടാണ് ഈ മോഹൻലാലിൻ്റെ പരസ്യം കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഇളകിയത്, ലിറ്ററലി കണ്ടു. അപ്പോൾ എനിക്കിത് കൃത്യമായി അവൻ അതിന്ന് ഇമ്പ്രൂവ് ചെയ്ത് വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് റൂമുകൾക്കകത്ത് ഒക്കെ തന്നെ എന്തെങ്കിലും രീതിയിൽ കുറച്ച് ഫെമിനൈൻ ആയിട്ടുള്ള ജെൻഡർ എക്സ്പ്രഷൻസ് കാണിക്കുന്ന വ്യക്തികളെ, ക്യൂർ വ്യക്തികളെ ഒക്കെ തന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അകത്തും എന്തെങ്കിലും ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന മോഹൻലാലിന് കൈയടിച്ചിട്ടുള്ള അല്ലെങ്കിൽ മോഹൻലാലിനെ അംഗീകരിച്ചിട്ടുള്ള പല ആളുകളും പല രീതിയിലാണ് ഈ വ്യക്തികളൊക്കെ, ക്യൂർ വ്യക്തികളെയൊക്കെ തന്നെ ഹറാസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ മോഹൻലാലിൻ്റെ ഈ വീഡിയോയ്ക്ക് ഇടയിൽ വന്നിട്ടും തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട് മോഹൻലാലിനെ കുറിച്ചിട്ട്. മോഹൻലാൽ എത്രയും തെറിയാണ് കേൾക്കുന്നതെങ്കിൽ നമ്മളൊക്കെ എന്തോരം തെറി ലൈഫിൽ കേട്ടിട്ടുണ്ടാവും എന്നുള്ളത് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അന്നാണ് ഞാൻ പ്രാൻഷുയുടെ കാര്യം ഞാൻ ആ വീഡിയോയിലകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി, ഒരു പയ്യൻ, മൈനറായിട്ടുള്ള ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തത് 40,000-40,000 കമൻറ്റുകൾ അവൻ്റെ വീഡിയോയുടെ അകത്ത് വന്നിട്ടുള്ള മെൻ്റൽ ട്രോമയ്ക്കകത്ത് തന്നെയാണ് അവൻ സൂയിസൈഡിലേക്ക് പോയിട്ടുള്ളത്. അതെ, അപ്പോൾ നമുക്കിങ്ങനെ സ്ക്രീനിൽ കാണാനും കൈയടിക്കാനും വിദൂരതയിൽ നിന്ന് ഓമനിക്കാനും ഒക്കെ ഇഷ്ടമുള്ള കാര്യമാണ് പലപ്പോഴും ക്യൂർനെസ് എന്ന് പറയുന്നത്. പക്ഷെ അത് യഥാർത്ഥ ജീവിതത്തിൽ ക്യൂർനെസ്സിനെ പേറുന്ന, അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത മനുഷ്യർ, ആ ജീവിതത്തിൻ്റെ ഭാഗവും ജീവൻ്റെ ഭാഗവുമായിട്ടുള്ള മനുഷ്യർ, അവരോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും ക്യൂർ സൂയിസൈഡ്സ് ഒന്നും ഇവിടെ നടക്കില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇപ്പം നേരത്തെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത കാര്യം പറഞ്ഞല്ലോ, മുന്നേ ഇതുപോലെ ദിനുവിനെ കളിയാക്കിയിരുന്നൊരു ഫ്രണ്ട് മോഹൻലാലിൻ്റെ ആ ഒരു പരസ്യം ഷെയർ ചെയ്തു. അപ്പം അതുപോലെ എന്തെങ്കിലും അപ്പോളജീസ് കിട്ടിയിട്ടുണ്ടോ ദിനുവിന്? അതായത് ഇപ്പം എനിക്കൊക്കെ ചില ആൾക്കാരൊക്കെ മുന്നേ എന്നെ തെറി വിളിച്ചിരുന്ന ആൾക്കാരൊക്കെ പിന്നെ വന്നിട്ട് ചേച്ചി സോറി എന്ന് പറഞ്ഞ് അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ അപ്പോളജീസ് ദിനുവിന് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പം കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അട്രോസിറ്റീസ്, കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യൂ പോയിൻറ്റ്സ് വളരെ ചുരുങ്ങിയ അറിവുകളുള്ള സമയത്ത് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും പിന്നീട് നമ്മളൊക്കെ പറഞ്ഞും ഓരോ കാര്യങ്ങൾ ഇടപെട്ടിട്ടുമൊക്കെ തന്നെ മനസ്സിലാക്കി തിരിച്ചു വരുന്ന പല സുഹൃത്തുക്കളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവർ പിന്നെ ഇതിനൊരു ബേർഡനും വലുതാണല്ലോ. നമ്മൾ 24 മണിക്കൂർ ഇങ്ങനെ ആളുകൾ മനസ്സിലാക്കി കൊടുക്കാം. ഇവർ വിചാരിക്കുന്നത് നിങ്ങളൊക്കെ എന്തിനാ എല്ലാത്തിനും ജാതി കാണുന്നതെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇത് കണ്ട് നമുക്കുണ്ടാവുന്ന ഒരു ഇടങ്ങേറിനെ കുറിച്ച് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പം ഒരു ഫെമിനിസ്റ്റ് ലെങ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ആക്ടിനകത്തും നടക്കുന്ന അനീതി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പേഴ്സണലി എന്തോരം നമ്മൾക്ക് ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാക്കുന്നതല്ലേ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ചിലപ്പം ചില ആൺ സൗഹൃദ ഇടങ്ങളിൽ ഇരിക്കാൻ പോലും പറ്റാത്ത സഫക്കേഷൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു പ്രശ്നം ഈ രീതിയിലും പലപ്പോഴും സംഭവിക്കാറുണ്ട്. അവർ പറയുന്ന തമാശകളും മറ്റു കാര്യങ്ങൾക്കകത്തൊക്കെയുള്ള ഈ പ്രശ്നങ്ങൾ പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അങ്ങനെ
പേഴ്സണലി അതിൻ്റെ അക്കൗണ്ടബിലിറ്റീസ് എടുത്ത് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പം വ്യക്തിപരമായി ഞാൻ ഇപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അത്തരം മിസ്റ്റേക്കുകൾ, ഇപ്പം സിസ്ജെൻഡർ പുരുഷൻ എന്ന നിലയിൽ ചില പാട്രിയാർക്കൽ മൂല്യങ്ങൾ എൻ്റെ ആദ്യകാല പ്രണയങ്ങൾക്കകത്തൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അതിനെ ഈ പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ക്യൂട്ട് പേരൊക്കെ ഇട്ട് ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ മനസ്സിലാക്കുന്ന സമയത്ത് അതിന് അക്കൗണ്ടബിലിറ്റി എടുക്കുകയും അത് കാരണം മനുഷ്യന്മാർ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് സോറി പറയുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് നമുക്ക് ഗ്രോ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇതൊരു ഇൻഡിവിജ്വൽ ഇഷ്യൂസ് ആയിട്ട് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ സൊസൈറ്റി ഒരിക്കലും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നേ ഇല്ല. നമ്മുടെ സൊസൈറ്റി എങ്ങനെ ടോക്സിക് ആവാന്ന് പഠിപ്പിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അതെ, എങ്ങനെ മനുഷ്യന്മാരെ വെറുക്കാം, അപ്പുറത്തെ വീട്ടിലെ ആളുകൾ നമ്മുടെ ആളുകളാണോ എന്ന് ആലോചിക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പം ഇത് ഒരു സൊസൈറ്റിയുടെ കൂടെ ഫെയിലറാണ്. മനുഷ്യന്മാരെ കമ്പാഷനേറ്റ് ആയിട്ട് വളരാൻ വേണ്ടി സാഹചര്യം ഒരുക്കാത്തത് സൊസൈറ്റിയുടെയും കൂടെ ഫെയിലറാണ്. അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആവുമ്പോൾ പോലും ഇതിൻ്റെ ഒരു സോഷ്യൽ റിഫർമേഷൻസ് ഉണ്ടാവണം എന്നുള്ളത് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. വ്യക്തിയിലേക്ക് മാത്രം ആ പ്രശ്നത്തെ ചുരുക്കരുത് എന്ന് എപ്പോഴും വിചാരിക്കാം. ഇപ്പോൾ ദിനുവിൻ്റെ അടുത്ത് എല്ലാവരും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യം, നീ എന്തിനാണ് എല്ലാത്തിലും ജാതി കാണുന്നത്? അപ്പോൾ ദിനു ആദ്യമായിട്ട് ഈ ജാതി കണ്ടത്, അല്ലെങ്കിൽ അതവിടെ ഒരു ഇറ്റ്സ് അൺഫെയർ എന്നുള്ള കാര്യം രജിസ്റ്റർ ചെയ്തത് എപ്പോഴായിരുന്നു? അങ്ങനെ ഒരു ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പല സമയങ്ങളിൽ ഇപ്പം ഗ്രാൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽപ്പിക്കൽ പരിപാടി ക്ലാസ് റൂമുകൾക്കകത്ത് പല സമയങ്ങൾക്കകത്തുണ്ടായിരുന്നു. പിന്നെ ഒരു സമയത്ത് ഞാൻ ആ സമയത്തൊക്കെ ടോപ്പ് സ്കോറർ ആയിട്ടുണ്ടായിരുന്ന ആൾ തന്നെയാണ്. അപ്പം ഇങ്ങനെ എന്നെ ഒരു പ്രാവശ്യം ഒരു സുഹൃത്ത് പരിചയപ്പെടുത്താണ് അവരുടെ പാരൻസിന്, ഇതാണ് ദിനു. അപ്പോൾ അവർക്ക് എൻ്റെ ബോഡിയിൽ നിന്ന് ദിനു ഇതാണെന്ന് വിശ്വസിക്കാൻ വയ്യ. അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്ത ദിനു എന്ന് പറഞ്ഞ ആളുടെ ബോഡി ഇതല്ല. ഒരു ടോപ്പ് സ്കോറർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ ബോഡി ഇതായിരിക്കില്ല അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം അത്തരം എക്സ്പീരിയൻസസ് ചെറുപ്പം തൊട്ടുണ്ടായിരുന്നു. ഇപ്പം MA എനിക്ക് 1ാം റാങ്ക് കിട്ടിയപ്പം കോളനി വേണം എന്നാണ് ആദ്യം വന്ന കമൻറ്റ്, എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കമൻറ്റ്. അപ്പം അത്തരം എക്സ്പീരിയൻസസ് എല്ലാ സമയത്തും ഉണ്ട്. ഇപ്പം ഞാൻ IIT പഠിക്കാൻ പോയ സമയത്ത് തന്നെ എനിക്ക് ആ IIT ഒരിക്കലും അവിടെ ഒരുപാട് സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് എൻ്റെ സ്പേസ് ആയിട്ട് എനിക്കൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ ആലോചിക്കേണ്ടത് ചില വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ടാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോകുന്ന സമയത്ത് ഇത് ഞങ്ങളുടെ സ്പേസാണ് ഭയങ്കര പെട്ടെന്ന് തോന്നുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ചിലർക്ക് അത് അവരുടെ അഗ്രഹാരം പോലത്തെ ഒരു അഗ്രഹാരമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. പക്ഷേ ചില മനുഷ്യർക്ക് അത് അവരുടെ സ്പേസ്. ഇപ്പോൾ ട്രൈബൽ കുട്ടികളുടെ കാര്യം മാത്രം എടുത്താൽ മതി. ഊരിൽ പോയി കഴിഞ്ഞാൽ എന്തോരം ആക്റ്റീവായിട്ടുള്ള പിള്ളേരാണ്, അവർ എന്തോരം കളികൾ അവിടെ കളിക്കുന്നത്, എന്തൊരു സംസാരിക്കുന്നത്. പക്ഷേ സ്കൂളിലെത്തുന്ന സമയത്ത് അവർ ഇത്രയ്ക്കൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ എന്നിട്ട് അതിനെ പെട്ടെന്ന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറേ മനുഷ്യന്മാർക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ പേരിൽ ഒരു സ്പേസ് ഉണ്ടാക്കുകയും ആ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പേസ് ആയിട്ട് ആ സ്പേസ് മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് സംഭവിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ദിശ എങ്ങനെയാണ് സ്റ്റാർട്ടാവുന്നത്? ദിശ സ്റ്റാർട്ടാവുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ IIT പഠിക്കുന്ന സമയത്ത് അവിടെ ചിൽഡ്രൻ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ അധികം ഇടപെടലുകൾ നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. IIT ഫോർ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങൾക്കകത്ത് നമ്മൾ പോകുന്നുണ്ടായിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ നിന്ന് മലപ്പുറത്തുനിന്ന് കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് NSS വളണ്ടിയേഴ്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയും അവർ ഓരോ ദിവസം ഇതിൽ ഓരോ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ തുടർച്ച ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ ലെവലിലേക്ക് ദിശ എന്നുള്ളൊരു പേരിലേക്ക് മാറ്റി അതൊരു സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അത് തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും ഏറെക്കുറെ ഈ ചാരിറ്റി മൈൻഡ് സെറ്റിൽ നിന്ന ആളാണ്. എനിക്ക് ഓർമ്മ ഉണ്ട് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളെ. അവിടെ പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് ഈ പറയുന്ന നാടോടി വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരുടെ അന്ന് നമ്മൾ പോയിട്ട് ഈ കുട്ടികൾക്ക് ക്രയോൺസും ഇതൊക്കെ കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഇതിൻ്റെ ഫോട്ടോ ഹിന്ദു പേപ്പറിൻ്റെ അകത്ത് വരുന്നു, അങ്ങനെ പൊതിച്ചോറ് കൊടുക്കുന്നതിൻ്റെ ഫോട്ടോസ് എടുക്കുന്നു. ഈ രീതിയിലൊരു ബോധമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഏറെക്കുറെ ഈ പറഞ്ഞ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികളോടൊപ്പമൊക്കെ നിരന്തരം സൊലസ് എന്ന് പറഞ്ഞ സംഘടനയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ചാരിറ്റി മൈൻഡ് സെറ്റ് ആ സമയത്ത് വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് എങ്ങനെയാണ് മനുഷ്യാന്തസ്സിനെ ബാധിക്കാത്ത രീതിയിൽ മനുഷ്യാന്തസ്സിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ആക്ടിവിസം ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം ഭയങ്കര കൃത്യമായിട്ട് തലയിൽ വന്നത്. അത് ആദ്യ സമയത്ത് പ്രളയം വന്ന സമയത്ത് ഇതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ ഒരു ആദിവാസി ഊര് പാസ് ചെയ്യുകയാണ്. അപ്പം ആ ഒരു വീടുകൾ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ തോന്നും. നമുക്ക് സേവിയർ മനോഭാവമാണ്. ഞാനിങ്ങനെ ഇറങ്ങിയിട്ട് അവർക്ക് ഇങ്ങനെ 2-3 കിറ്റ് ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അപ്പോൾ അവർ എന്നോട് തിരിച്ചു പറഞ്ഞു, ഞങ്ങളുടെ യൂരിലെ എല്ലാ വീടുകൾക്കും കൊടുക്കാനുള്ള കിറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ 2-3 വീട്ടുകാർക്കായിട്ട് കിറ്റ് വേണ്ട എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ കാണുന്നൊരു ഹ്യൂമാനിറ്റിയുടെ പേഴ്സ്പെക്റ്റീവ് എത്ര വലുതാണ് എന്നുള്ളൊരു കാര്യം ഞാൻ അപ്പം ഭയങ്കര കൃത്യമായിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ ഒരു ചാരിറ്റി മോഡിൽ നിന്ന് അത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട്
മനുഷ്യന്മാരുടെ ഡിഗ്നിറ്റി പ്രിസർവ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് കൃത്യമായി വരികയും അങ്ങനെയാണ് പിന്നീട് ദിശയുടെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് നിയമ അവബോധങ്ങൾ, നിയമപ്രശ്നങ്ങളിൽ ഇടപെടുക, നിയമസഹായം സൗജന്യമായിട്ട് കൊടുക്കുക, ആ രീതിയിൽ അതിൻ്റെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുക, ആ രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇപ്പോൾ ഒരു 10 years ആയി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു മലയാളികൾ ഏറ്റവും കൂടുതൽ വീണ് കിടക്കുന്നത് ഈ ചാരിറ്റി എന്നുള്ളൊരു കാര്യം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്ര വലിയ ദുഷ്ടനായിട്ടുള്ള ആളാണെങ്കിലും എന്തൊക്കെ കൊള്ളരുതായ്മ ചെയ്യുന്നതാലും ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് മനുഷ്യൻ്റെ അന്തസ്സിനെ ബാധിക്കാതെ അതിനെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഈ ചാരിറ്റി അല്ലാതെ ഒരാൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നത്? ഇത് വ്യക്തികൾ മാത്രമല്ല, സ്റ്റേറ്റിനും ഈ ചാരിറ്റി ബോധം പലപ്പോഴും ഉണ്ട്. ഇപ്പം അട്ടപ്പാടിയിലെ വീടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ മുന്നിലൊക്കെ മഞ്ഞ അക്ഷരത്തിൽ ഇന്ന പദ്ധതി പ്രകാരം എഴുതി കൊടുത്ത വീടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു ആദിവാസി കുട്ടി വീട്ടിലേക്ക് കയറിച്ചില്ല? കൂട്ടുകാരെയും കൊണ്ട് എങ്ങനെ കയറിച്ചല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു ബസ് സ്റ്റോപ്പിന് മുന്നിൽ MP ഫണ്ട് കൊണ്ട് വാങ്ങിച്ചു വെച്ചെന്ന് എഴുതി വെക്കുന്ന പോലെ ഈ കുട്ടി ഓരോ ദിവസം കയറുമ്പോൾ സർക്കാരിൻ്റെ വീട്ടിലാണ് ഉറങ്ങുന്നതെന്നാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജീവിതകാലം മൊത്തം സ്വന്തമായി കിട്ടിയൊരു വീട്, ടാക്സ് പേയേഴ്സ് മണി എന്നാണ് എടുത്തുണ്ടാക്കിയത് ഗവൺമെൻറ്. പക്ഷെ എൻ്റെ വീടാണെന്നൊരു തോട്ട് ഒരു കാലത്തും അവൻ ആ വീട് നൽകുന്നില്ല എന്നുള്ളതാണ്. സുരക്ഷിതത്വം മാത്രമല്ലല്ലോ വീട് കൊടുക്കേണ്ടത്, ഒരു അന്തസ്സ് കൂടെ മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ടത്. അതൊരിക്കലും ആ വീട് കൊടുക്കുന്നില്ല. ഈ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടായ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് ഫോൺ കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എത്രയോ പേര് ആ കുട്ടികളുടെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എത്ര കാലമാണ്, എത്ര സഹപാഠികളോടാണ് വേറൊരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഫോണാണ് ഞാൻ വാങ്ങിച്ചത് എന്നുള്ളത് എത്ര കാലം വേണ്ടി വരും എന്നുള്ളത് ആലോചിക്കാം. നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്നൊരു പരിപാടി അതുപോലെ തന്നെ പഴയ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയി കൊടുക്കാം എന്നുള്ളൊരു സാധനം. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അടുത്തൊരു കുട്ടി ഒരു അനുഭവം ഷെയർ ചെയ്തിട്ട് ഈ പറയുന്ന അമ്മ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന വീട്ടിലെ ഡ്രസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കുട്ടി സ്കൂളിലേക്ക് ഇതിട്ട് പോകുമ്പം അതേ ആ വീട്ടുടമയുടെ അതേ കുട്ടി അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ അഴിച്ചിട്ട് എൻ്റെ കുപ്പായല്ലേ നീട്ടത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ മൊത്തം ലോജിക്, സ്റ്റേറ്റിൻ്റെ ലോജിക്കും ഒക്കെ പലപ്പോഴും കിടക്കുന്നത് ഇതിങ്ങനെ ചാരിറ്റി മോഡിൽ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ രേണുസുതി വീട് കിട്ടിയ വീടിനെ കുറിച്ചിട്ട് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സൗജന്യം കിട്ടിയ വീടല്ലേ, ഇനി അതിലൊരു കുറ്റം പറയാനുണ്ടോയെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോഴും ഈ രാജാവ് പ്രജ ടോണിനകത്തുനിന്ന് വിമുക്തരേ ആയിട്ടില്ല. രാജാവ് തരുന്നു, സ്റ്റേറ്റ് തരുന്നു, നമ്മൾ പ്രജകൾ വാങ്ങിക്കുന്നു. ചാരിറ്റി മോഡിലെ ആൾക്കാർ വരുന്നു, തരുന്നു, അത് നമ്മൾ വാങ്ങിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ശരീരം മൊത്തം പൊള്ളിയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി, തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. ആ കുട്ടിയുടെ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരാൾ ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത്, ആ കുട്ടിയുടെ വീഡിയോ, നെയ്ക്കഡായിട്ട് ആ കുട്ടി നിൽക്കുന്ന വീഡിയോ, മൊത്തം പൊള്ളിയ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് അയാൾ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ആളുകളുടെ അടുത്തുനിന്ന് പൈസ. നോക്കൂ, ഒരു കുട്ടി ശരീരം മൊത്തം പൊള്ളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇയാൾ എന്താ വിചാരിക്കുന്നത്, ഈ കുട്ടി ഒരിക്കലും ഇതിന്ന് റിക്കവർ ആവില്ല എന്നാണോ? ഈ കുട്ടി തിരിച്ചു വരുന്നതിനെ കുറിച്ച് അയാൾക്ക് പ്രതീക്ഷകളില്ലേ? നാളെ ആ കുട്ടി വളർന്ന് വലുതാവുമ്പം ഈ രീതിയിൽ ആ കുട്ടിയുടെ ബോഡി പ്രൊജക്റ്റ് ചെയ്തതിനെക്കുറിച്ച് ഒന്നും അയാളുടെ ബോധമില്ല. അയാളുടെ ബോധം എന്ന് പറയുന്നത് ഇത് കാണിച്ചുകൊണ്ട് പൈസ വാങ്ങിക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ അയാളുടെ ബോധം ആ സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ മനുഷ്യാന്തസ്സിനെ ഹനിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുള്ളതും ഈ പറയുന്ന ഡിഗ്നിറ്റിയെ ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ ആ ആളുകൾക്ക് നീതി കൊടുക്കും. ഇപ്പം ഈ പറയുന്ന പ്രളയം വന്നിട്ട് തന്നെ ഒരുപാട് കാലം റീഹാബിലിറ്റേറ്റഡ് ആവാത്ത ആളുകളുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് ഉപ്പുതറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, പാലക്കാട് ഭാഗത്ത്, അവർക്ക് വേണ്ടി ചെയ്ത് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും കേസിനെ തുടർന്ന് അവർക്ക് എല്ലാവർക്കും ഇപ്പം വീട് വാങ്ങി കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതിന് പകരം ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും ഒരാളെടുത്തു നിന്നാണ് വീട് വാങ്ങിച്ചു കൊടുത്തതെങ്കിൽ എത്ര കാലം ഈ കടപ്പാടും നന്ദിയും ആ മനുഷ്യന്മാർ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അല്ലാത്ത തോട്ടിൽ സ്നേഹപൂർവ്വം കൊടുക്കുന്ന മനുഷ്യന്മാരായിരിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പം ഇപ്പം അനഘ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ദിശയുടെ പഴയ സെക്രട്ടറി, ആൾക്ക് ഇതുപോലെ തന്നെ ഗവൺമെൻറ് ലാപ്ടോപ്പ് നിഷേധിച്ച സമയത്ത് ഒരുപാട് പേര് ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈക്കോടതിയിൽ കേസ് ഫൈറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് 2 പേർക്കും ലാപ്ടോപ്പ് ഗവൺമെൻറ്റിനോട് കോടതി ഉത്തരവിട്ടിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒരു ബെനിഫിഷ്യറി അല്ല എന്ന് മനസ്സിലാക്കുകയും അത് എല്ലാ റൈറ്റ്സും ഉള്ളൊരു മനുഷ്യനാണ്. സ്റ്റേറ്റ് ചിലപ്പം ഫെയിൽ ആവുന്നതുകൊണ്ട് നമ്മളൊക്കെ ഇടപെട്ടുകൊണ്ട് ആ വ്യക്തിക്ക് നീതിയും ആ വ്യക്തിക്ക് വേണ്ട മെറ്റീരിയൽ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഈ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കും. അതെ 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 അതെ. ഇപ്പൊ ഈ ദിശ വഴി ഒരുപാട് കേസസ് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിലേറ്റവും ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്ന് പറയാൻ പറ്റുന്നൊരു സ്റ്റോറി പറയാനായിട്ടോ?
ഒരുപാട് ഉണ്ടായിരിക്കും ഓർമ്മ. എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഒരു പിങ്ക് പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ടായിരുന്ന ഒരു മാറ്റർ തന്നെയാണ്. അത് ഈ പറയുന്ന വളരെ വളരെ കുഞ്ഞായിട്ടുള്ള ഒരു മോള്, എല്ലാവരോടും സ്നേഹമുള്ള ഒരു കുട്ടി, അവളെ ഈ പറഞ്ഞ പോലെ തന്നെ റോഡ് സൈഡിൽ നിന്ന് ഫോൺ കട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് ഓഫീസർ വളരെ മോശമായിട്ട് പെരുമാറുകയും ഒരു കുറേ 10-15 മിനിറ്റ് എല്ലാവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ കുട്ടിക്ക് അങ്ങനെ കരയേണ്ടി വരികയും പിന്നീട് എത്രയോ ദിവസം രാത്രിയിലാണ് ആ കുട്ടി ഞെട്ടി എണീറ്റുകൊണ്ട് പോലീസുകാരനെ ഞാൻ ഫോൺ കട്ടിട്ടില്ല എന്ന് തുടർച്ചയായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൻ്റെ സ്റ്റേജിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ ആയിട്ട് പോയി. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ വയ്യ. പോസ്റ്റ്മാനെ വരെ കണ്ട ഈ അതായത് ഈ കാക്കി നിറവുമായിട്ട് ബന്ധമുള്ള ആരെ കണ്ടാലും ലൈൻമാനൊക്കെ കണ്ട ഈ കുട്ടി പേടിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക്കായിട്ട് ഹരാസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സാർ നമ്മൾ കേരള ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് തന്നെ ആദ്യം സ്റ്റേറ്റിനോടാണ് പറഞ്ഞത് 1,75,000 രൂപ നഷ്ടപരിഹാരമായിട്ട് ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പറയുകയും ഇതിപ്പോൾ ആ കുട്ടിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സൊസൈറ്റിക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ, അതായത് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെക്കാനിസം മൊത്തം അതിന് ഉത്തരവാദികളായി മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യം. ആ പൈസയുടെ മൂല്യമല്ല, പക്ഷേ വളരെ കൃത്യമായിക്കൊണ്ട് സ്റ്റേറ്റ് റെസ്പോൺസിബിൾ ആണ്, വ്യക്തികൾ റെസ്പോൺസിബിൾ ആണ് എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായി നമുക്ക് അവിടെ പറയാൻ പറ്റി. മറ്റൊന്ന് ഇവിടെ തീച്ചാമുണ്ടി തെയ്യം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരടക്കമുള്ള പ്രദേശങ്ങളിൽ ചെയ്യുന്ന ഒരു തെയ്യമാണ്. അപ്പോൾ ഈ തീയിലേക്ക് ഒരു കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് തീച്ചാമുണ്ടി തെയ്യം കെട്ടിയത് ഭയങ്കരമായിട്ട് വലിയ സംഭവമായിട്ട് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടി വരെ ഇത് ചെയ്യുന്നു. പക്ഷേ ഈ തെയ്യം കലാകാരന്മാരുടെ അവസാന കാലഘട്ടം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാല് മുറിച്ച് മാറ്റേണ്ടി വന്ന ഒരു തെയ്യം കലാകാരൻ ആ കൂട്ടത്തിലുണ്ട്. ഈ പറയുന്ന ശ്വാസകോശത്തിലുടനീളം ഇവർ ചാടുമുള്ള ഈ ചാരമടക്കം കയറിയിട്ട് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള മനുഷ്യരുണ്ട്. അങ്ങനെ ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാത്ത മനുഷ്യരുണ്ട്. അപ്പോഴാണ് ഒരു കുട്ടിയെ കൊണ്ടുപോലും ഇത് ചെയ്യുന്ന ഒരു കാര്യം നടക്കുന്നത്. അപ്പോൾ അതിനെതിരെ നമ്മളൊരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യും. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ ഇനി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശം തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് അത്തരമൊരു ഉത്തരവ് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം, ഞാൻ കാണുന്നൊരു വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ ഒരു യൂഷ്വൽ വേ ഓഫ് തിങ്കിങ് ആണ്. ഇപ്പം ഞാൻ ഇടപെടേണ്ട കാര്യമില്ലല്ലോ, ഞാനിപ്പോൾ എല്ലാം ഇടപെടണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു വേ ഓഫ് തിങ്കിങ് ആണ്. പക്ഷേ ദിനു അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ദിനു എല്ലാവരുടെയും ഇപ്പോൾ യു ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഒരു ദളിത് ആക്ടിവിസ്റ്റായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇങ്ങനത്തെ ഒത്തിരി എക്സ്പീരിയൻസസിൻ്റെ ഇടയിൽ ദിനുവിൻ്റെ പേഴ്സ്പെക്റ്റീവിന് മാറ്റം വരുത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ ആക്ടിവിസ്റ്റ് ഫീൽഡിൽ തുടങ്ങുന്നതൊക്കെ തന്നെ സുഖമില്ലാത്ത ദീർഘകാല രോഗങ്ങളുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പരിചരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതും അതോടൊപ്പം തന്നെ അന്ന് നാവല്ലൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പൈസ് സെൻറ്റർ, ഏറ്റവും പ്രായം ചെന്ന അച്ഛനും അമ്മയും ഒക്കെ, ഹോസ്പൈസ് എന്ന് പറയുന്നത് പ്രായമായ മനുഷ്യരെ നന്നായി നോക്കാനുള്ള സ്പേസാണ്. പക്ഷേ ഇത് ഉപേക്ഷിച്ച ആളുകളെ പോലും അവർക്ക് പലപ്പോഴും ടേക്ക് കെയർ ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്പേസിൽ വെച്ച് ആണ് എനിക്ക് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് നമ്മളെ ഏറെക്കാലം നോക്കി സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, ടോക്സിക് പോലും ആവാതെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന പാരൻസിനെ ഭയങ്കര എളുപ്പത്തിൽ എവിടെയെങ്കിലും കൊണ്ട് തള്ളാനും അവരെ പിന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടി വരുന്ന ഒരു സ്പേസ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഉറുമ്പുകളൊക്കെ ബോഡിയിലൂടെ കൂടുകൂട്ടിയ പോലെ അരിച്ച് ഇറച്ചി തിന്നുകൊണ്ടിരുന്ന കുറേ അമ്മമാരെയൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മരണങ്ങളൊക്കെ സ്ഥിരമായി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ നമ്മൾ കൊണ്ട് നടന്ന ശരീരത്തെക്കുറിച്ച്, നമ്മൾ കൊണ്ട് നടന്ന സ്നേഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെക്കുറിച്ചിട്ടൊക്കെ അതൊക്കെ ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു സന്ദർഭമായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പം എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സാണ്. എല്ലാവർക്കും ഒരു ഇൻഫ്ലുവൻസർ ടാഗ് ഉണ്ട്. അപ്പോൾ ഒത്തിരി പേര് അവരുടെ സ്വന്തം മക്കളെ ഈ ഒരു ഇൻഫ്ലുവൻസർ കൾച്ചറിലേക്ക് ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെയധികം നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ചെറിയ കുട്ടികൾ ഇങ്ങനെ എന്താ പറയുക, വളരെ ടോക്സിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയും. ചെറിയ കുട്ടികൾ വളരെ ഒഫെൻസീവായിട്ടുള്ള, സ്ത്രീകളെ അപമാനിക്കുന്ന അല്ലെങ്കിൽ ദളിതരെ അപമാനിക്കുന്ന തരത്തിലുള്ള, അത് ദിനു ശ്രദ്ധിക്കാറുണ്ടോ? കുട്ടികളുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ വീഡിയോസൊക്കെ വരാറുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഞാനൊക്കെ പണ്ട് കരുതിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, കുറച്ച് പണ്ട് കരുതിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ ഈ ജനറേഷൻ അങ്ങ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മുതിർന്ന ജനറേഷൻ കഴിഞ്ഞാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള വലിയ ശുഭപ്രതീക്ഷയിലൊക്കെ ആയിരുന്നു ഞാനും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലൊക്കെ
ഈ പറഞ്ഞ ടോക്സിസിറ്റി ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. അതേ സമയത്ത് ഈ പറയുന്ന പോലെ വളരെ പ്രോഗ്രസീവ് ആയിക്കൊണ്ട് വളരെ എമ്പത്തറ്റിക് ആയിക്കൊണ്ട് ഇടപെടുന്ന കുട്ടികളും ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതികളിൽ പല പരാതികളും പോകുന്ന സമയത്ത് ഇത് കാണാറുണ്ട്. ഇപ്പം വളരെ മോശമായിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ക്യൂർ പ്രൈഡിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മാത്രം അവരെ അങ്ങനത്തെ വൃത്തികേടാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് അവരെ മെസ്സഞ്ചർ. നമ്മൾ പരാതി കൊടുത്തു കഴിയുമ്പോഴാണ് ഇതൊരു 16-15 വയസ്സുള്ള ഒരു പയ്യനാണ് ഇത് ചെയ്തതെന്നുള്ള മനസ്സിലാവും. നമ്മളങ്ങനെ ഞെട്ടി. മറ്റേ നമുക്ക് കേസുകളിൽ മുന്നോട്ട് പോകാൻ എപ്പോഴും ഒരു ആർജവം ഉണ്ടാവുമല്ലോ, നീതി കിട്ടണം എന്നൊക്കെ. ഇതിങ്ങനെ നമുക്ക് ഷോക്കിംഗ് ആണ്, ഇയാളാണ് ഇത് ചെയ്ത്. ഇതേ കുട്ടി തന്നെ മറ്റൊരു സുഹൃത്തിനും ഇതുപോലെ തന്നെ വളരെ മോശമായിട്ട് അവരെ വെർബൽ അബ്യൂസ് ചെയ്യുന്ന പോലെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പ്രത്യേകിച്ച് ക്യൂർഫോബിയുടെ കാര്യത്തിലൊക്കെ തന്നെ ഇങ്ങനെ വന്ന് നിരന്തരം കമൻ്റ് എടുക്കുന്ന പല അക്കൗണ്ട്സും നമ്മൾ നോക്കി പോകുന്ന സമയത്ത് അതൊക്കെ കുട്ടികളുടെ അക്കൗണ്ടാണ്. വേറൊരു രീതിയിൽ കുട്ടികളായതുകൊണ്ട് തിരിച്ച് നമ്മൾ പ്രതികരിക്കില്ല എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഇത് ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുട്ടികളിൽ പ്രതീക്ഷകൾ ഭയങ്കര അധികമായിട്ട് വെക്കുന്ന സമയത്ത് പോലും ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ഇത്തരം ഒരു എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരം ടോക്സിക് ആയിട്ടുള്ള ഒരു കൾച്ചർ തന്നെയല്ല അവരിലേക്ക് പാസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം വിചാരിക്കും. പിന്നെ ഞാൻ വിചാരിക്കും പേട്രിയാർക്കിയും കാസ്റ്റിസം അടക്കമുള്ള എല്ലാ സ്ട്രക്ചേഴ്സും എല്ലാ കാലത്തും അതിന് വാരിയസിനെ വേണമല്ലോ, എല്ലാ കാലത്തിനും അതിന് സോൾജേഴ്സിനെ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിഷമത്തെക്കാളും കൂടുതൽ പേടിയാണ് തോന്നാറുള്ളത്. കുട്ടികൾ ഇങ്ങനെ പെരുമാറുമ്പോൾ എന്താ കുട്ടികൾ അപ്പം നമുക്ക് കുറച്ച് ഭയങ്കര ഓൾഡായിട്ട് തോന്നും. പക്ഷെ അതേസമയം തന്നെ നന്നായിട്ട് സംസാരിക്കുന്ന കുറച്ച് മെച്ചേർഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നവർ നമ്മൾ തന്തവൈബുള്ള കുട്ടികളെന്ന് പറയും. ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് പ്രശ്നമാണ്. എനിക്ക് തോന്നാറുണ്ട് കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ബിഗ് ബോസിൻ്റെ കാര്യം പറയാം. ബിഗ് ബോസ് ഭയങ്കര എന്താ പറയുക ക്യൂർ ആയിട്ടുള്ള വ്യക്തികളെ അവരുടെ ഷോയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എല്ലാ സീസണിലും പറയുന്ന ഒരു കാര്യമാണ് അങ്ങനത്തെ 1-2 ആൾക്കാരുണ്ടാവും. പക്ഷേ അവർ ആ പറയുന്ന തരത്തിലുള്ളൊരു റെപ്രസെൻറ്റേഷൻ അത് ഒരു പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നതാണോ അതോ ഒരു ഉടായ്പ് തട്ടിപ്പായിട്ടാണോ ഇതിന് തോന്നിയിട്ടുള്ളത് ആ റെപ്രസെൻറ്റേഷൻ? എനിക്ക് തോന്നിയില്ല. ഇപ്പം റിയാസും നാദിറയും വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പം നമുക്കതൊരു ഒരു റെയിൻബോ ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അതിനെ പറയാം. പക്ഷെ അപ്പോൾ പോലും അതുണ്ടാക്കി ഇപ്പം നാദിറ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പം നാദിറ ഇറങ്ങിയ സമയത്തും തുടർന്നുമൊക്കെ തന്നെ എങ്ങനെയാണ് കുടുംബ പ്രേക്ഷകർ എങ്ങനെയാണ് നാദിറയെ വെൽക്കം ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് കുടുംബങ്ങൾക്കകത്ത് കുറച്ചുകൂടെ സ്പേസ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഞാൻ ഭയങ്കര ക്ലിയർ ആയിട്ട് ഒപ്പം നടന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇത്തരം എന്ത് പ്രീമിയർ സ്പേസ് ആണെങ്കിലും ആ പ്രീമിയർ സ്പേസസിൻ്റെ അകത്ത് ഇത്തരം എല്ലാ മാർജിനലൈസേഷൻസുള്ള മനുഷ്യരും വരുന്നത് അതുവരെ ഉണ്ടായ ആ ഒരു ഷോയുടെ ലാംഗ്വേജിനെയും ആ ഷോയുടെ ഒരു സ്വഭാവത്തിനെയും ഒക്കെ തന്നെ ക്രിട്ടിക്കലി മാറ്റും എന്നുള്ളത് തന്നെയാണ്. ഇപ്പം മുമ്പ് ആ ഷോക്കകത്ത് നിന്ന് ക്യൂർ ഫോബിയോ ശ്രീവിരുദ്ധതയോ പറഞ്ഞ പോലെയല്ല ഒരു പക്ഷേ ഒരു ക്യൂർ കണ്ടസ്റ്റന്റ് ഉണ്ടാവുന്ന സമയത്ത് അത് പറഞ്ഞ സമയത്ത് നമ്മളൊക്കെ ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിട്ടുള്ള പല ഇഷ്യൂസിലും നമ്മൾ തന്നെ പലപ്പോഴും റെപ്രസെൻറ്റേഷൻസ് അയക്കുകയും മോഹൻലാൽ തന്നെ അതിന് വന്നുകൊണ്ട് മറുപടി പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി എടുക്കേണ്ട ഒരു സാധനം പലപ്പോഴും വരാറുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പം എന്തൊരു കൾച്ചറൽ അലൈറ്റ് സ്പേസ് എന്നൊക്കെ നമ്മൾ ഏതെങ്കിലും സ്പേസസിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത്തരം സ്പേസസിലും എല്ലാ മനുഷ്യരും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ബേസിക്കലി ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മഹാബലി അസുരനാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ അസുരൻ്റേതായിട്ടുള്ളൊരു ശരീരഘടനയോ നിറമോ ഒന്നും അല്ല നമ്മുടെ നാട്ടിലത്തെ മഹാബലിക്കുള്ളത്. പുള്ളി നല്ല വെളുത്ത് നല്ല ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ ചാടി ഒരാളാണ്. ഈ ഒരു ചേഞ്ച് ഓഫ് റെപ്രസെൻറ്റേഷൻ അതിൻ്റെ ഒരു അപകടം എന്താ? ഈ മഹാബലിയെ കൂടെ പൂണൂലിടിപ്പിക്കുന്ന ഒരു പരിപാടി കാണുന്ന സമയത്താണ് അത് ഭയങ്കര വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി പുരാണങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റുകളോ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും അത്തരം ഒരു റെഫറൻസ് നമുക്ക് കാണാനേ പറ്റുന്നില്ല. അപ്പം വീണ്ടും മഹാബലിയും കൂടെ പൂണൂല് ഇടിപ്പിച്ച് ഇറക്കുന്നതിനോട് എനിക്ക് പലപ്പോഴും അത് ഭയങ്കര ഒരു വൃത്തികേടായിട്ട് തന്നെ തോന്നാറുണ്ട്. നമ്മൾ ഈ പറയുന്ന ഓണം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഒരുപക്ഷെ കാർഷികോത്സവങ്ങളൊക്കെ ബന്ധപ്പെട്ടൊരു ഫെസ്റ്റിവൽ ആണെങ്കിൽ അതിനെ കൂടി ബ്രാഹ്മണൈസ് ചെയ്യുന്ന ഒരു കാര്യം ആണ് ഈ പറയുന്ന ആളെ പൂണൂലിടൽ. ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ ഒരു മിത്ത് ഒരു പക്ഷേ മഹാബലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ
ഒരു പോയകാല ജനത ഇതിനെ പ്രിസർവ് ചെയ്തത് ഒരു മെമ്മറി, ഒരു കളക്റ്റീവ് മെമ്മറി ആക്കി വെച്ചത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ പറഞ്ഞ പോലെ തന്നെ ചില മനുഷ്യന്മാർ ഇവിടെ വരികയും അവർ കൃത്യമായി ഇവിടെ തദ്ദേശീയരായിട്ടുണ്ടായിരുന്ന മനുഷ്യരെ പിടിച്ചടക്കുകയും അവരുടെ മണ്ണും ഭൂമിയും ഒക്കെ തന്നെ ഈ പറഞ്ഞ തന്നെ പൂജാതി കർമ്മങ്ങളിലൂടെയോ ഹോമങ്ങളിലൂടെയോ കടം ചോദിച്ചിട്ടോ ഒക്കെ തന്നെ കൈയടക്കി എന്നുള്ളൊരു കാര്യം അവർക്കന്ന് എഴുതി വെക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് വരുന്ന തലമുറ ഇത് മറക്കരുത് എന്നുള്ളതിന് വേണ്ടി തലമുറകൾ തോറും പറഞ്ഞു പോകുന്ന ഒരു കഥയായിരിക്കുമല്ലോ ഇതും എന്ന് പറയുന്നത്. ആ കഥയുടെ അതിൻ്റെ അന്തസത്തയെ, ആ കഥ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ഉദ്ദേശത്തെയൊക്കെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ ഒരു അപ്പൻ നമ്പൂതിരി ഇമേജിലേക്ക് വളരെ കൃത്യമായി മഹാബലിയെ അവതരിപ്പിക്കുന്നതിലൂടെ സംഭവിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഓണം എന്ന് പറഞ്ഞൊരു സാധനം വരുമ്പോൾ തന്നെ നമുക്ക് കാണാം. അപ്പം ഓണത്തിലെ മലയാളി സ്ത്രീ സങ്കല്പം എന്താ? നമുക്ക് ഒരിക്കലും ഒരു പർദ്ദയിട്ട സ്ത്രീനെ ഓണത്തിനെ മലയാളി സ്ത്രീയായിട്ട് കാണാനേ കഴിയില്ല. നമുക്കത് സെറ്റും അതെ മലയാളി മങ്ക. അപ്പൊ സെറ്റും നേരിയതും ഉടുത്തതാണ് ഇവിടുത്തെ മൊത്തം ആളുകൾ എന്നുള്ള സ്ത്രീകൾ എന്നുള്ള രീതിയിലേക്ക് അതിനെ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് പോർട്രേ ചെയ്യുന്നതിന് അകത്തൊക്കെ എനിക്കത് അത് കേരളീയമാണോ, ഒരു കേരളീയ മലയാളി ഇമേജ് എന്താണെന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് എപ്പോഴും എനിക്കതിൻ്റെ അകത്ത് കൺഫ്യൂഷൻസ് വരാറുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പം കേരള ടൂറിസം എന്ന് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ കേരളീയം എന്ന് പറയുമ്പോഴോ നമുക്കൊരു കഥകളി ഓർമ്മ വരുന്ന പോലെ എന്തുകൊണ്ടാണ് ഒരു ഊരാളി സമൂഹത്തിൻ്റെ ഒരു കലാരൂപത്തെക്കുറിച്ച് ഓർമ്മ വരാത്തതെന്നോ, കേരളത്തിലെ വളരെ ട്രഡീഷണലും ഇൻഡിജിനസും ഒരുപാട് കാലം നിന്ന പവർഫുൾ ആയിട്ടുള്ള പല രീതിയിലുള്ള ആർട്ട് ഫോംസിനെ നമുക്ക് എന്തുകൊണ്ട് ഓർമ്മ വരാറില്ല എന്നുള്ളതൊക്കെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അപ്പം ഈ കേരളീയം ഈക്വൽ ടു ബ്രാഹ്മണിക്കൽ കേരളീയം എന്നാണ് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുള്ളത്. ദിനുവിൻ്റെ ഏറ്റവും വലിയൊരു എതിരാളിയായിട്ട് എപ്പോഴും നമ്മൾ ന്യൂസ് ഡിബേറ്റ്സിൽ കാണുന്നതാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറായിട്ട് ദിനുവിൻ്റെ ഒരു എന്താ ആ ഒരു കണക്ഷൻ എങ്ങനെ നിങ്ങളെ രണ്ടുപേരെയും എപ്പോഴും കൊണ്ടുവരുന്നത്? രാഹുൽ ഈശ്വർ ഞാനിങ്ങനെ എൻ്റെ പഴയ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ക്ലാസ് റൂമിലൊക്കെ ഭയങ്കര വാശിയോടുകൂടി ഇങ്ങനെ ആൻസർ പേപ്പറൊക്കെ പൊത്തി പിടിച്ച് എഴുതുന്ന കുട്ടീനൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മ വരും രാഹുലിനെ കാണുന്ന സമയത്ത്. ആ ഒരു കോമ്പറ്റീഷൻ ആ മൈൻഡ് സെറ്റിൽ തന്നെയാണ് എല്ലാ സമയത്തും രാഹുൽ ഇരിക്കുന്നത്. അല്ലാതെ നീതിയോട് എന്തെങ്കിലും രീതിയിലുള്ള ഉത്തരവാദിത്തമുണ്ടെന്നോ ഒരു സാമൂഹ്യ വിഷയം ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇരിക്കുന്നത്, അത് സമൂഹത്തിലേക്ക് എന്ത് തരം ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊന്നും റെസ്പോൺസിബിലിറ്റിയോ ബോധവും ഒന്നുമില്ലാതെ തനിക്ക് ജയിക്കാനുള്ള എന്തോ ഒരു മത്സരം ഇവിടെ ഉണ്ട്, മത്സരത്തിൽ ഞാൻ ചെസ് നമ്പർ കുത്തിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളായിട്ടാണ് എല്ലായ്പ്പോഴും എനിക്ക് രാഹുലിൻ്റെ ഇടപെടലുകളെ അനുഭവപ്പെട്ടുള്ളത്. അപ്പം രാഹുൽ എപ്പോഴും പറയുന്നു, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജാതി പറയുന്നു, ഭൂതകാലത്തിലെ ജാതി എന്തിനാ പിന്നെയും തിരിച്ചു കൊണ്ടുവരുന്നത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കിട്ടുന്ന ഓരോ ഗ്യാപ്പിൻ്റെ അകത്തും കയറിയിട്ട് ഞാനൊരു ആര്യബ്രാഹ്മണനാണെന്ന് ഇടയ്ക്ക് പുട്ടിന് തേങ്ങിടുന്ന പോലെ ഇയാൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം രാഹുലുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സ് ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ ഈ പറയുന്ന ചാനൽസിൽ ചർച്ചകൾക്കിടയിൽ ഉണ്ടാകുന്ന എൻഗേജ്മെൻറ്റ്സ് ആണ്. ഏറ്റവും ആദ്യം രാഹുൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാനും കുറച്ച് അഗ്രസീവായിട്ടൊക്കെ തുടക്കകാലത്ത് പോവാറുണ്ട്. പക്ഷേ പിന്നീട് വളരെ കൃത്യമായി രാഹുലിനോട് അത്തരം ഒരു ദേഷ്യം മാറിയിട്ട് സഹതാപമായിട്ട് മാറുകയും ആ സഹതാപത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ രാഹുൽ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ പഴയ ക്ലാസ് റൂമിൽ എൻ്റെ ഒപ്പം മത്സരിച്ച ആളുകളൊക്കെ മനസ്സിൽ ധ്യാനിച്ച് പലപ്പോഴും അത് ചിരിച്ച് തള്ളാറ് ഒക്കെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, ഏതെങ്കിലും കാലത്ത് ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് ഡോക്ടർമാരൊക്കെയാണ് നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചത്, രാഹുലിനെ ചർച്ചയിൽ വിളിച്ചത് എന്താണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. രാഹുൽ വന്ന് പറയാൻ ആകെ സാധ്യതയുള്ള, എല്ലാവരും കോവിഡിനെ എതിർക്കായിരിക്കുമല്ലോ ഉണ്ടാവും. അപ്പോൾ രാഹുൽ എന്തായാലും വന്നിട്ട് പറയും കോവിഡ് എന്ന് നമ്മളിങ്ങനെ കണ്ടാൽ പോരാ, കോവിഡ് മൊത്തമായി ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് ഒരു ഇടതുവശ ചിന്താഗതിയാണ്, കോവിഡ് പൂർണ്ണമായി നിലനിർത്തണം എന്ന് പറയുന്നത് ഒരു വലതുവശ ചിന്താഗതിയാണ്. നമുക്കിതിന് നടുവിലൂടെ ഒരു ചിന്താഗതി ഉണ്ടാക്കാം. കുറച്ച് കോവിഡ് വൈറസിനെ നശിപ്പിച്ച് കുറച്ച് കോവിഡ് വൈറസിനെ ഇവിടെ നിലനിർത്താം എന്നുള്ളതായിരിക്കും രാഹുൽ എടുക്കാൻ പോകുന്നത്. രാഹുലിൻ്റെ മിഡിൽ വേ പൊസിഷനാണ് ഇപ്പോഴത്തെ ഐഡിയ. മിഡിൽ വേ പൊസിഷൻ ഇതാകും, കുറച്ച് കോവിഡൊക്കെ ഉണ്ടായിക്കോട്ടെ, അത് ഇവിടെ ജീവിച്ചോട്ടെ എന്നുള്ള കാര്യമായിരിക്കും രാഹുൽ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ പുരുഷ കമ്മീഷനൊക്കെയാണല്ലോ പുത്തൻ പുതിയ ആശയം. പുരുഷ കമ്മീഷൻ അതെ 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 ഞാനിങ്ങനെ ആലോചിക്കും, ഇവരെ പിടിച്ച് വല്ല ക്യൂർ പുരുഷ സംഘടനയിലൊക്കെ അംഗങ്ങളാക്കി കഴിഞ്ഞാലൊക്കെ കൊള്ളാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇത്തരം കേസുകളിൽ ഇടപെടുന്ന ഒരാളെന്ന് എനിക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പേഴ്സൻ്റെ, പ്രത്യേകിച്ച് ഒരു റേപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ആരോപിക്കപ്പെട്ട അവസ്ഥയിലാണ് ആ ഒരു കേസ്
ജെന്യൂൻ ആയിട്ടുള്ള കേസ് പോലും ജയിപ്പിച്ചെടുക്കാൻ എന്തൊരു മെനക്കെടാണ് എന്നുള്ളത് അറിയാം. ഏതെങ്കിലും സമയത്ത് ഈ മനുഷ്യന്മാരൊക്കെ സർവൈവറായി വരുന്ന ഒരു സ്ത്രീയോടൊപ്പം അനുയാത്ര ചെയ്തു കഴിഞ്ഞാൽ അവരെന്തൊക്കെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്ന ജീവിതത്തിൽ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറഞ്ഞ വാദങ്ങളുമായിട്ട് അവർ മുന്നോട്ടേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ സത്യമാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത്, ഇപ്പം ഞാനൊരു സ്ത്രീയാണല്ലോ, അപ്പം എനിക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ആദ്യം വിചാരിക്കുന്നത് ഇനിയിപ്പോൾ പോലീസിനോട് പോയി പറയണം ദൈവമേ കേസ്. കാരണം വെച്ചാൽ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പം രാഹുലൊക്കെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട എന്തിനെങ്കിലുമൊക്കെ ചുമതല ഉണ്ടെങ്കിൽ കാക്കകൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിക്കും. കാരണം നമ്മൾ സിംഹവാലൻ കുരങ്ങിനെ സംരക്ഷിക്കുന്നു, നമ്മൾ കൃത്യമായിട്ട് കടുവകളെ സംരക്ഷിക്കുന്നു, ഈ പറയുന്ന വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും സംരക്ഷിക്കുന്നു. അപ്പൊ കാക്കകൾ ഷോക്കടിച്ച് ലൈനിൽ നിന്ന് മരിക്കുന്നു. അപ്പൊ അതാരും എന്തുകൊണ്ട് ആരും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് കാക്കകൾക്ക് കമ്മീഷൻ, അങ്ങനെ നൂതന ആശയങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം വരും. അനീതിയല്ലേ നടക്കുന്നത്, എന്തിനാണ് നമ്മൾ കടുവകളെ സംരക്ഷിക്കുന്നത്, കാക്കകൾക്ക് ജീവന്റെ വിലയില്ലേ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് വലിയ പ്രശ്നമാക്കുന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ദിനുവിന്റെ സപ്പോർട്ട് സിസ്റ്റം ആരൊക്കെയാ? വലിയൊരു സൗഹൃദ വലയം, ഡിസ്പൈറ്റ് ഓഫ് ഈ എല്ലാ രീതിയിലും ജെൻഡറിൻ്റെ അപ്പുറത്തും ഈ പറഞ്ഞ കാസ്റ്റിൻ്റെ അപ്പുറത്തും ഒക്കെയുള്ള വലിയൊരു സൗഹൃദ വലയമുണ്ട്. അപ്പം എപ്പോഴും ഞാൻ വലിയൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് കണക്കാക്കുന്നത് ആ ഒരു സൗഹൃദ വലയത്തെ തന്നെയാണ്. പിന്നെ ലൈഫിൽ എപ്പോഴും മുന്നോട്ട് എവിടെയെങ്കിലും ഒന്ന് തളരുന്ന സമയത്ത് എന്തായാലും അംബേദ്കറും അയ്യങ്കാളിയും പൊയ്കലപ്പച്ചനും അടക്കമുള്ള ആളുകളാണ് എനിക്ക് എല്ലാ സമയത്തും മുന്നോട്ടേക്ക് പോകാൻ എന്തെങ്കിലും ഒരു എനർജി തരാറുള്ളത്. ആളുകൾ വിചാരിക്കും ഇപ്പം ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ജഗജാന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ഈ മോഡിലൊക്കെയാണ് നിൽക്കുന്നതൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഭയങ്കര ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ചീത്തവിളികൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് അത് നമ്മൾ കൂടെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ നിന്നൊക്കെ ആവുന്ന സമയത്തൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കുകയും മുറി അടച്ചൊരു പക്ഷെ അതിനിരുന്ന് കരയുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഈ പറയുന്ന പോലെ മെൻ്റൽ ഹെൽത്ത് കൺസേൺസ് കൂടെ ഉള്ളതും അതിനെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തും ഒക്കെ അഡ്രസ്സ് ചെയ്ത് പോരുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ മുറിവൊക്കെ ഏൽക്കുന്ന ഒരാളാണ് ഞാൻ. പെട്ടെന്ന് പെയിൻഫുള്ളായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ഒരാളാണ്. ഇമോഷൻസ് വളരെയധികം ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പം സപ്പോർട്ട് സിസ്റ്റം ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളെയും ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കളെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റമായിട്ട് എല്ലാ സമയത്തും കണക്കാക്കുക. ബേസിക്കലി ഞാൻ ഒരു പാവമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ. അവസാനമായിട്ടൊരു കാര്യം കൂടെ, എന്തൊക്കെയാണ് ഭാവി പ്രതീക്ഷകൾ? ആരെക്കുറിച്ചുള്ളതാ? എല്ലാവരെയും കുറിച്ചുള്ളത്. ഇപ്പോൾ ദിനുവിന്റെ വർക്ക്, ഇതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാവേണ്ട ഒരു സമയമാണല്ലോ. റിസർച്ച് കംപ്ലീറ്റ് ചെയ്യണം. റിസർച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്നെങ്കിൽ പഠിപ്പിക്കാൻ കയറണം. പഠിപ്പിക്കാൻ കയറി നല്ല അലമ്പുള്ള, ഒട്ടും അച്ചടക്കമില്ലാത്ത, നല്ല താന്തോതികളൊക്കെ ഉള്ള കുറേ പിള്ളേരെ എടുത്ത് സമയം ചെലവഴിക്കും. അങ്ങനത്തെ കുറേ കുട്ടികളെ ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്, വിദ്യാർത്ഥികളെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അംബേദ്കർ എപ്പോഴും പറയുന്ന സാധനം, ക്യാരവാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും പിന്നോട്ട് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ എവിടെ നിന്നൊക്കെ ഉണ്ടാവുന്നു അവിടെ അതിനെതിരെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ ലാർജർ പെർസ്പെക്റ്റീവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു മനുഷ്യനെയും ആ മനുഷ്യൻ്റെ ബർത്ത് കൊണ്ട് മാത്രം, ഒരു കാറ്റഗറിയിൽ പെട്ടുപോയി എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും ആ മനുഷ്യൻ ഒരു മോശം മനുഷ്യനാണെന്ന് വിലയിരുത്തുന്ന മനുഷ്യന്മാർ ഇല്ലാതിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടാവണമെന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യന്മാർ പരസ്പരം ഏറ്റവും കൂടുതൽ കമ്പാഷനോടും സ്നേഹത്തോടു കൂടെ ഒക്കെ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ്. എനിക്കെപ്പോഴും ഈയിടെയായിട്ട് കുറേ മരണത്തെക്കുറിച്ചുള്ള പേടികൾ എപ്പോഴും ഈയിടെ ടാൻഡ്രോഫോബിയ ഇങ്ങനെ വരാറുണ്ട്. ടാൻഡ്രോഫോബിയ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുക, ഈശ്വരൻ മരിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും നഷ്ടപ്പെടുന്നതല്ല, എങ്ങനെ മനുഷ്യന്മാരെ സ്നേഹിക്കാൻ പറ്റും, പിന്നെ എങ്ങനെ മനുഷ്യന്മാരെ സ്നേഹം കിട്ടും, അതാണ് എൻ്റെ എപ്പോഴത്തെ ടെൻഷൻ. അല്ലാതെ വേറെ ഒന്നും നഷ്ടപ്പെടും, അത് പോ ഇത് പോ അങ്ങനെ ഒന്നുമല്ല. അപ്പം അങ്ങനെ സ്നേഹത്തിന് വിലയുള്ള ഒരു സ്പേസ് ഉണ്ടാവണം എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി വിചാരിക്കുന്ന ഒരു കാര്യം. താങ്ക് യു സോ മച്ച്. ജയ് ഭീം. ജയ് ഭീം. താങ്ക് യു.